പ്രൈസ് ലോർഡ്. വിമൺ ഫോർ ജീസസിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സെക്ഷനിലേക്ക് ഞങ്ങളുടെ എല്ലാ പ്രിയമുള്ളവരും ഒരു പ്രാവശ്യമോടെ ഞങ്ങൾ വെൽക്കം ചെയ്യുകയാണ്. നമ്മൾ ഓരോ ആഴ്ച ഓരോരോ അത്ഭുത സാക്ഷ്യങ്ങൾ, കർത്താവിൻ്റെ അത്ഭുതങ്ങൾ, നടത്തിപ്പിൻ്റെ സാക്ഷ്യങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നും ഒരു അത്ഭുത സാക്ഷ്യം നമ്മൾ കേൾക്കാൻ പോവുകയാണ്. നമുക്ക് പ്രാർത്ഥിച്ച് ആരംഭിക്കാം. കർത്താവിന് സ്തോത്രം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവെ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായ സ്തോത്രം. തിരുസന്നിധിയിലേക്ക് ഒരു പ്രാവശ്യം കൂടെ അടുത്ത് വരുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിച്ച കൃപയ്ക്കായി സ്തോത്രം. ഞങ്ങളെല്ലാം മുറ്റുമായി അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിങ്ങളെ സഹായിക്കുമാറാകണം, അനുഗ്രഹിക്കുമാറാകണം. പ്രത്യേകമായി ഞങ്ങളുടെ നടുവിലേക്ക് അയച്ചിരിക്കുന്ന അവിടുത്തെ ദാസിക്കായി ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു. തൻ്റെ ജീവിതാനുഭവങ്ങൾ ഞങ്ങൾക്ക് വലിയ ആത്മീയ ചൈതന്യത്തിന് കാരണമായി തീരുവാൻ പോകുന്നുണ്ട്. സ്തോത്രം. കർത്താവ്, ഈ വീഡിയോ കാണുന്ന ഓരോന്നിൻ്റെ മക്കളെ നീ അനുഗ്രഹിക്കണം. സമർപ്പിക്കുന്നപ്പാ ഞങ്ങളുടെ സിസ്റ്റർ നെറ്റ്വർക്ക് എല്ലാം അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വൻ കാര്യങ്ങളെ നീ ചെയ്യണം. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഞങ്ങളുടെ മേലുണ്ടാകണം. പ്രാർത്ഥന കേട്ടിരിക്കൽ സ്തോത്രം, വിടുതൽ കൽപ്പിച്ചാക്കിയിരിക്കൽ സ്തോത്രം. യേശു മൂലം താഴ്മയായി ചോദിക്കുന്നു, കേൾക്കുമാറാകണമേ. ഇന്ന് നമ്മളോടൊപ്പം തന്നെ അനുഭവങ്ങൾ പങ്കുവെക്കാൻ എത്തിയിരിക്കുന്നത് പ്രിയ ആൻറ്റി മൂളി അനിലാണ്. പ്രിയ ആൻറ്റിയെ സ്നേഹത്തോടെ നമ്മുടെ സെക്ഷനിലേക്ക് വെൽക്കം ചെയ്യുന്നു. വെൽക്കം ആൻറ്റി. ഇപ്പോൾ ലൈവിലാണേ. പ്രൈസ് ലോർഡ്. തിരുവനന്തപുരത്ത് നിന്ന് ജോയിൻ ചെയ്തിരിക്കുന്നില്ലയോ? അതെ. ഓക്കെ. അവിടാണോ ജനിച്ചു വളർന്നേക്ക്? അവിടാണോ? ഞാന് സാക്ഷ്യങ്ങളിൽ കൂടെ ഞാൻ പറയാം, നോർത്ത് ഇന്ത്യയിലാണ് ഞാൻ ജനിച്ചു വളർന്നതും പഠിച്ചതും എല്ലാം. പക്ഷെ എന്റെ ആത്മീയ ജീവിതത്തിന്റെ ഒരുപാട് ലെവൽസില് പരിശുദ്ധാത്മാവ് നടത്തി വളർത്തി പരിപാലിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ആ ദൈവത്തെ ഞാൻ മഹത്വപ്പെടുത്തുന്നു. സകല മാനമഹത്വം ദൈവത്തിന്, ത്രിയേക ദൈവത്തിന് ഞാൻ അർപ്പിക്കുന്നു. അതെ. നോർത്ത് ഇന്ത്യയിൽ എവിടെയായിരുന്നു ആൻറ്റി? ഞാൻ പിലാനിയിലാണ് ജനിച്ചത്, രാജസ്ഥാനില്. എന്റെ ബ്രദർ എന്നെക്കാളും 1.5 വയസ്സ് അത് മധുരയിലാണ് ജനിച്ചത്. ശരി. മധുര എന്ന് പറയുമ്പോൾ UP മധുര അല്ലേ? നമ്മുടെ തമിഴ്നാട് മധുര. തമിഴ്നാട് മധുര. 2 മധുരയുണ്ടല്ലോ. ഞങ്ങളുടെ ചർച്ചിൽ UP മധുരയിൽ നിന്നുള്ള ഫാമിലി ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. അപ്പൊ നോർത്തിലാന്ന് പറഞ്ഞോണ്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചത്. ആൻറ്റി പിന്നെ രാജസ്ഥാനില്? ഞാൻ രാജസ്ഥാനില് ജനിച്ചു വളർന്നു. എന്റെ 11th സ്റ്റാൻഡേർഡ് വരെ അവിടെ തന്നെ പഠിച്ചു. കോളേജിന്റെ സ്റ്റാർട്ടിങ്ങും ആയി. പിന്നെ എന്റെ നഴ്സിംഗ് കോഴ്സ് അവിടെ തന്നെ ഹരിയാനയിലായി. പിന്നെ ഞാന് ചണ്ഡീഗഡിലൊക്കെ പഠിച്ച് എന്റെ ഗ്രാജുവേഷൻ എല്ലാം കഴിഞ്ഞ് ഞാൻ അബ്രോഡിലേയും പോയി. അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ. രാജസ്ഥാനിലെ സ്ഥലപ്പേര് എന്തായിരുന്നു പറഞ്ഞേ? പിലാനി. ബിർള മെഡിക്കൽ കോളേജിന്റെ പിലാനിയിലാണ് ജനിച്ചത്. ഓ, ശരി ശരി. എന്റെ ഡാഡി അവിടെ സുപ്രീം മോട്ടോർ കമ്പനിയിലെ സ്റ്റെനോഗ്രാഫർ ആയിരുന്നു. അപ്പം ആന്റിയുടെ ഒരു ഒഫീഷ്യൽ നെയിം മധു മേനോൻ എന്നൊക്കെയാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് കുഞ്ഞിനെ അവിടെ ജനിച്ചത് കൊണ്ട് നോർത്തില് മധു, ശശി ഇതെല്ലാം ഗേൾസിന്റെ പേരാണ്. അപ്പൊ അങ്ങനെ ആയിരുന്നപ്പോഴത്തേക്ക് എന്റെ ഫാദറും മദറും കൂടെ പേര് നോക്കിയപ്പോ എന്റെ ഡാഡി ഒരു ഹിന്ദു പേര് വയ്ക്കാൻ ആഗ്രഹിച്ചു, സർല. അപ്പൊ മമ്മി പറഞ്ഞില്ല, അത് വേണ്ട, മധു എന്ന് വയ്ക്കാന്ന്. അങ്ങനെ എന്റെ പേര് മധു. എന്റെ ബ്രദറിന്റെ പേര് ഒഫീഷ്യൽ പേര് മനു. അപ്പം പിന്നെ ആന്റി ജനിക്കുന്ന സമയമായപ്പോഴത്തേക്ക് പേരൻസ് ഒക്കെ വിശ്വാസത്തിൽ വന്നിരുന്നോ? ഇല്ല. അവരുടെ എല്ലാം ലൈഫ് സ്റ്റൈല് ഡിഫറെന്റ് ആണ്. പെന്തക്കോസ് അനുഭവത്തില് ഞാനാണ് ഫസ്റ്റ് ജനറേഷൻ. എന്റെ ഹസ്ബൻഡ് CSI ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഫസ്റ്റ് ജനറേഷൻ. ശരി. അപ്പോൾ മാതാപിതാക്കൾ മേനോൻ എന്ന് പറയുമ്പോൾ ഒരു ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ അവരൊക്കെ ജനിച്ചത് അല്ലയോ? അത് ഹിന്ദു ആണ്. എന്റെ മമ്മി ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടില് ഉള്ളവരാണ്. പപ്പ ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിലും. ശരി. അപ്പോൾ നമുക്ക് കഥകൾ, ചെറിയ പ്രായം മുതലുള്ള കഥകൾ കേൾക്കാം. ഇനിയും ഞങ്ങൾ അത്യാവശ്യം ഉണ്ടെങ്കിലേ ആന്റിയോട് ചോദ്യങ്ങൾ ചോദിക്കത്തുള്ളൂ. കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. ശരി. മഹത്വപ്പെടുമാറാട്ടെ. ഞാൻ എന്റെ ആത്മീയ ജീവിതം എന്ന് പറയുന്ന സമയത്ത് അതിന്റെ ലെവൽസ് ഒരുപാട്, ഒരു 5-6 ലെവൽസിൽ കൂടെ മാത്രം പരിശുദ്ധാത്മാവ് എന്നെ, ഞാൻ അറിയാതെ ഇരുന്ന വഴികളിൽ കൂടെ എന്നെ ദൈവം പഠിപ്പിച്ച് വളർത്തി നടത്തി. മധുരയിലെ എന്റെ മമ്മിയുടെ ഏറ്റവും മൂത്ത സിസ്റ്റർ മേട്രനായിട്ട് അവിടെ വർക്ക് ചെയ്യായിരുന്നു ഒരു ഹോസ്പിറ്റലില്. അപ്പം അൺമാരിഡ്, പിന്നെ സെർവൻസ് ഒക്കെ കിട്ടാൻ ഈസി ആയിരുന്നു. അങ്ങനെ എന്റെ മമ്മി, ഞങ്ങളുടെ വലിയ മമ്മിയുടെ അടുത്ത് ഞങ്ങൾ 2 പേരും ഉണ്ടായിരുന്നു. 1-2 വർഷം അവിടെ തമിഴ്നാട്ടിലെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടുത്തെ സ്കൂളിലാണ് ചേർത്തത്. അവിടെ തന്നെ കൺവെൻഷൻസ് ഒക്കെ ഒരുപാട് അറ്റൻഡ് ചെയ്യാനും അങ്ങനെ ആത്മീയമായിട്ട് എനിക്ക് വളരാൻ വേണ്ടി ഒരുപാട് ചാൻസസ് എനിക്ക് മധുരയിൽ കിട്ടി.
കൺവെൻഷൻസ് ഉണ്ടായിരുന്നു. ആ കൺവെൻഷൻസിലൊക്കെ അറ്റൻഡ് ചെയ്യാനൊക്കെ പോകുവാനും, എന്റെ 2.25 വയസ്സായിരുന്നപ്പോൾ, എന്റെ ബ്രദറിന് 8 മാസമായിരുന്നപ്പോൾ എന്റെ ഫാദർ ഞങ്ങളിൽ നിന്ന് അകന്നു പോയ ഒരവസ്ഥയായി. അത് ഫ്രണ്ട്സ് ഒരുപാടുള്ളത് കൊണ്ട് ഫ്രണ്ട്സിന്റെ ഇതിനകത്ത് വിശ്വസിക്കുകയും അങ്ങനെ ആഴമായിട്ടുള്ള കാര്യങ്ങളിൽ ഒരു ചതിയിൽ അകപ്പെട്ട് അതങ്ങനെ മാറിപ്പോയി. പക്ഷെ എന്റെ ഫാദറിനെ ഞാന് എന്റെ മോൾ 2 വയസ്സായിരുന്നപ്പോൾ എന്റെ ഫാദറിനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നു. അതെല്ലാം വലിയ മിറക്കിളസ് വേണ്ടിയാണ് ദൈവം ഒരുക്കിയത്. അത് ഞാൻ ഇടയ്ക്ക് അത് വെച്ച് ഞാൻ പറയാം, അതിന്റെ കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ എന്റെ ബ്രദറ് 17-ാം വയസ്സില് നോർത്ത് ഇന്ത്യയിൽ ഞങ്ങൾ ഉണ്ടായിരുന്നപ്പോൾ അവന് ഇതുപോലെ ഫ്രണ്ട്സ് ഒരുപാടുണ്ട്. അവന് ശത്രു ഏതാ ഫ്രണ്ട്സ് ഏതാന്നൊന്നും അറിഞ്ഞൂടാ. അവന്റെ ഫ്രണ്ട്സ് ഒക്കെ അവനെക്കാളും ഡബിൾ ഏജ് ഗ്രൂപ്പിലുള്ള ഫ്രണ്ട്സ് ആണ്. SI, വക്കീൽ, ഡോക്ടർ, ഇവരൊക്കെയാണ് അവന്റെ ഫ്രണ്ട്സ്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇവനോടാണ് അവർ സജഷൻസ് എടുക്കുന്നത്. എന്ന് വെച്ചാൽ വളരെ ജീനിയസ് ആയിട്ടുള്ള ഒരു നേച്ചർ എന്റെ ബ്രദറിനുള്ളത് കൊണ്ട് അവൻ ഒരുപാട് പക്വതയിലുള്ള കാര്യങ്ങളെല്ലാം അവന് സജഷൻസ് കൊടുക്കാറുണ്ട്. അങ്ങനെ അവന്റെ കാര്യങ്ങളില് ആ 17-ാം വയസ്സിൽ ഒരുപാട് ഫ്രണ്ട്സ് ഉള്ളതുകൊണ്ട് എന്റെ മമ്മിയോട് അവന്റെ ഫ്രണ്ട്സ് പറയുമായിരുന്നു, ആന്റി അവന് ഒരുപാട് ഇങ്ങനെ ഫ്രണ്ട്സ് ഉണ്ട്, ബാഡ് ഫ്രണ്ട്സും ഉണ്ട്, പ്രശ്നത്തിലൊക്കെ ആകാൻ ചാൻസ് ഉണ്ട്. പക്ഷെ അവൻ കേൾക്കത്തില്ലായിരുന്നു. അങ്ങനെ കാഠ്മാണ്ഡുവില് അവനൊരു മോട്ടോർ കമ്പനീസില് ഒരു ഇതിന്റെ വർക്ക്ഷോപ്പിൽ അവന് പഠിക്കാൻ വേണ്ടി പോകണമെന്ന് അമ്മയോട് പറഞ്ഞപ്പോ മമ്മി പറഞ്ഞ പൊക്കോ, സാരമില്ല, ഏതായാലും ഈ ഫ്രണ്ട്സിൽ നിന്നെല്ലാം മാറിക്കോളും. അവൻ അങ്ങ് പോയെങ്കിലും പിന്നെ അവനെ ഞാൻ കാണുന്നില്ല. 6 വർഷം ഞങ്ങൾക്ക് സൈലന്റ് പീരീഡ് ആയിരുന്നു. എന്റെ ബ്രദറിനെ എനിക്ക് കാണാൻ പറ്റാതായി. എന്തെന്ന് വെച്ചാൽ പല കാരണങ്ങളായിട്ട് ആ ദിവസങ്ങളിൽ 1997 കാര്യമാണ് ഞാനിത് പറയുന്നത്. ഞാൻ അപ്പോൾ നഴ്സിംഗിലെ 2nd ഇയറിൽ പഠിച്ചുകൊണ്ടിരുന്നു. ഇവരെ പെട്ടെന്ന് കാണാതായപ്പോഴത്തേക്ക് ഒരു വേറെബൌട്ട്സും അറിയുന്നില്ല. അപ്പൊ എന്റെ മമ്മി ഗുംഷുദ എന്ന് പറയുന്ന റേഡിയോ ചാനലിനകത്ത് ഈ കളഞ്ഞു പോകുന്ന പിള്ളേരുടെ കുറിച്ച് പറയാറുണ്ട്. അങ്ങനെ അവർ അതിനെ കുറിച്ച് സെർച്ച് ചെയ്ത് കുട്ടികളെ കണ്ടെത്താറുണ്ട്. 17 വയസ്സ് തൊട്ട് 21 വയസ്സുള്ള ആൺകുട്ടികൾ കാണാതെ പോകുന്നതുകൊണ്ട് എന്റെ മമ്മിക്ക് വളരെ വിഷമവും വേദന ഉണ്ടായിരുന്നു. അവൻ എവിടെ തന്നെ ആണെങ്കിലും മമ്മിയെടുത്ത് കോണ്ടാക്ട് ചെയ്യാതിരിക്കത്തില്ല. പക്ഷെ അവനെ കുറിച്ച് ഒരു വേറെ റിപ്പോർട്ട്സും ഇല്ല. അപ്പോൾ പഞ്ചാബി ഫ്രണ്ട്സ്, ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ് ഉണ്ട്. അവര് മമ്മിക്ക് ഒരു അഡ്വൈസ് കൊടുത്തു, ബെഞ്ചി അങ്ങനെ ഒന്നും നിങ്ങൾ ആഡ് ഒന്നും കൊടുക്കണ്ട. എന്ന് വെച്ചാൽ നിങ്ങളുടെ മോൾ ഇപ്പൊ യങ്ങായിരിക്കുന്നതുകൊണ്ട് അവർക്കൊരു പ്രശ്നങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. അതിന് എന്തിനാ അങ്ങനെ പറഞ്ഞെന്ന് വെച്ചാൽ ആ ദിവസങ്ങളിൽ ആ കാലഘട്ടത്തില് തീവ്രവാദികളുടെ സ്റ്റാർട്ടിങ് പീരീഡ് ആയിരുന്നു. എന്റെ ബ്രദറിന് അങ്ങനെ എന്തെങ്കിലും കുഴപ്പമായെങ്കിലും അവന് വളരെ ടാക്ട്ഫുള്ളി അതിൽ നിന്ന് വഴി മാറാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ മോനെ കുറിച്ച് വിഷമിക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്യുമെന്ററീസ് ഞങ്ങൾ കേട്ടപ്പോഴും ഞങ്ങൾ മനസ്സിലായത് ഇവർക്ക് ഒരുപാട് ലക്ഷറീസ് ലൈഫിലെ ഈ ബോയ്സിനെ വിളിച്ചുകൊണ്ട് പോയിട്ട് ഒരുപാട് ഹൈഫൈ ലെവലിൽ അവരെ നടത്തി അവരെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കും. ഈ ഷൂട്ടിങ്ങിന്റെ പ്രാക്ടീസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അവരുടെ ഫസ്റ്റ് ടെസ്റ്റ് ആണ് അവരുടെ സ്വന്തമായിട്ടുള്ളവരെ അവര് കൊല ചെയ്യിപ്പിക്കണം. അവരുടെ മാതാപിതാവ്, ബ്രദർ, സിസ്റ്ററിനെ അവരുടെ കണ്ണിന് മുന്നിൽ വെച്ച് കൊല ചെയ്യണം. അതാണ് അവരുടെ. അതുകൊണ്ട് അഡ്രസ്സും എല്ലാം അവര് നേരത്തെ ചോദിച്ചു വാങ്ങിച്ചോളും. പക്ഷെ എന്റെ ബ്രദറിന്റെ ഒരു പ്രത്യേകമുള്ള ക്യാരക്ടർ എന്ന് വെച്ചാൽ അവന് വളരെ സൂക്ഷ്മതയോടെ അവന് ഞങ്ങളെ കുറിച്ചൊന്നും ആരും ഒന്നും അറിയാൻ പാടില്ല. ഫ്രണ്ട്സിന്റെ ഇടയ്ക്കൊന്നും ഞങ്ങളെ പോപ്പുലാരിറ്റി ആകാൻ സമ്മതിക്കത്തില്ല. അങ്ങനെ വലിയ ഒരു കെയർ ടേക്കിംഗ് ഒരു നേച്ചർ ആയതുകൊണ്ട് അതിൽ നിന്നെല്ലാം മാറി. പിന്നെ 6 വർഷം ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. 6 വർഷം കഴിഞ്ഞ് ഒരു വർഷം മമ്മിക്ക് ഒരു കത്ത് എഴുതി, കാഠ്മണ്ഡുന്ന് മോളിയുടെ കല്യാണമൊക്കെ ഞാൻ നടത്തണം, അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നോക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെയും സൈലന്റ് ആയി. ഇന്നുവരെ ഞങ്ങൾക്ക് അറിഞ്ഞുകൂടെ അവൻ ജീവനോടെ ഇരിക്കുന്നു. ആ വിഷയം അങ്ങനെ ഇരിക്കട്ടെ. ഞാൻ എന്റെ ടെസ്റ്റിമണി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ പല ലെവൽസിൽ കൂടെ ദൈവം എന്നെ വഴി നടത്തി. ആ ദൈവത്തെ ഞാൻ മഹത്വപ്പെടുത്തുന്നു. ശൈശവകാലത്തില് എനിക്കൊരു ടെസ്റ്റിമണി 6 വയസ്സിലുള്ളതുണ്ട്. യൂത്ത് പീരീഡ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്റെ നഴ്സിംഗ് ടൈമിലെയും അതുപോലെ തന്നെ എന്റെ മോളെ ജനിപ്പിച്ചിട്ട് അവൾക്കുള്ള പ്രശ്നങ്ങളുടെ ഒരു അങ്ങനെയുള്ള ടെസ്റ്റിമണി ഉണ്ട്. പിന്നെ ഒമാനിൽ എനിക്ക് 6 വർഷം ഉണ്ടായിരുന്നു. മുസ്ലിംസിന്റെ ഇടയ്ക്ക് എനിക്ക് ദൈവനാമം മഹത്വപ്പെടുത്തുവാൻ വേണ്ടിയുള്ള കാരണങ്ങളൊക്കെ ദൈവം എന്നെ പഠിപ്പിച്ചു. എനിക്കറിഞ്ഞൂടാ, പക്ഷെ ദൈവം എന്നെ പഠിപ്പിച്ചതുകൊണ്ട് എനിക്ക് അങ്ങനെ സംസാരിക്കാൻ വേണ്ടിയുള്ള അകൃപ ദൈവം തന്നു.
അതുപോലെ തന്നെ എന്റെ ഹെഡ് ഓഫീസിലുള്ള ഡീൻ എന്ന് പറയുന്നത് ഈജിപ്ഷ്യനാണ്. അദ്ദേഹം ഇന്ത്യൻസിനെ ഇഷ്ടപ്പെടത്തില്ല. അപ്പൊ എപ്പോഴും നമ്മുടെ ഇന്ത്യൻ ടീച്ചേഴ്സ് ടോർച്ചർ ചെയ്യുന്ന സമയത്ത് ഞാൻ അവിടുത്തെ സ്കൂൾ ഓഫ് നഴ്സിംഗില് പ്രാക്ടിക്കൽ സൈഡിൽ സൂപ്പർവൈസിങ് ചെയ്ത് പഠിപ്പിക്കുകയായിരുന്നു. അങ്ങനെ ആ പിള്ളേര് ശപിക്കുമായിരുന്നു ആ ഡീനിനെ. മുഹമ്മദ് ഹെൽമി എന്നാണ് പേര്. പുള്ളിയെ ശപിക്കുന്ന സമയത്ത് ഞാൻ എപ്പോഴും അവരോട് പറയും, അങ്ങനെ ചെയ്യല്ലേ, നമുക്ക് ശാപിക്കാൻ പാടില്ല, ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, നീ എന്തോ വിതയ്ക്കുന്നു അത് നീ കൊയ്യും. ഇങ്ങനൊക്കെ ഞാൻ അവരെ പറഞ്ഞ് മനസ്സിലാക്കിയാലും അതൊന്നും അവർ കേൾക്കത്തില്ലായിരുന്നു. അപ്പൊ ഞാൻ വലിയ ഇതില് ഞാൻ ചിന്തിക്കുമായിരുന്നു, ഞാൻ ചെയ്യുന്നത് കറക്റ്റാണ്. പക്ഷെ അവിടെയും ദൈവം എന്നെ, പരിശുദ്ധാത്മാവ് എന്നെ പഠിപ്പിച്ചു. എനിക്ക് തട്ടും അടിയും എല്ലാം കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് ദൈവം എന്നെ വളർത്തിയത്. ആ ദൈവത്തെ ഞാൻ മഹത്വപ്പെടുത്തുന്നു. പിന്നെ എനിക്ക് കേരളത്തില് ജോലി സംബന്ധമായിട്ട് 6 വർഷം ഒമാനിൽ ഇരുന്നിട്ട്, പിന്നെ 6 വർഷം കഴിഞ്ഞ് ഞാൻ നാട്ടിലേക്ക് 6 വർഷം ആയിരുന്നപ്പോ എന്റെ ഹസ്ബൻഡിന് ജോലി ഉണ്ടായതുകൊണ്ട് ഞാൻ റിസൈൻ ചെയ്തു. അങ്ങനെ 6 വർഷത്തിന്റെ ഇടയ്ക്ക് തന്നെ എനിക്ക് പ്രാർത്ഥിക്കാനുള്ള സമയങ്ങളെല്ലാം ദൈവം ഒരുപാട് തന്നു. 2 മണി തൊട്ട് രാവിലെ 4 മണി വരെയും ഞാൻ ആ സമയങ്ങളിൽ പ്രാർത്ഥനയ്ക്ക് മാത്രം ചെലവഴിച്ച് വചനങ്ങളെല്ലാം വായിക്കുമായിരുന്നു. കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ ഹസ്ബൻഡ് ഇലക്ട്രിസിറ്റി ബോർഡില് ആയിരുന്നു. അവിടെ അങ്ങനെ പോയി കഴിയുമ്പോൾ ഒറ്റയ്ക്ക് ഞങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ ഒരാളുണ്ടായിരുന്നു, സഹോദരി. ഞങ്ങളുടെ സഭയിൽ തന്നെ ആ സഹോദരി വന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യുമായിരുന്നു. എനിക്ക് പാചകമൊന്നും ഉണ്ടാക്കാൻ അറിഞ്ഞൂടായിരുന്നു. അത് അങ്ങനെ എല്ലാ കാര്യങ്ങളും സ്മൂത്ത് ആയിട്ട് പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ ആ കാര്യങ്ങളിലും എനിക്ക് ഹൗസ് വിസിറ്റിംഗ് വലിയ ഇഷ്ടമായിരുന്നു. മലയാളം അറിഞ്ഞൂടാ എഴുതാൻ, ഇന്നും എനിക്ക് അറിഞ്ഞൂടാ. മലയാളം എഴുതണമെന്നുണ്ടെങ്കിൽ അത് ഹിന്ദിയിൽ ഞാൻ എഴുതും, മലയാളത്തിന് ഹിന്ദിയിൽ എഴുതും. പക്ഷെ മലയാളം പഠിച്ചോണമെന്നൊക്കെ എന്റെ മമ്മിയുടെ മൂത്ത സിസ്റ്റേഴ്സ് 2 പേരും പറയായിരുന്നു. മേറ്റൻ ആന്റിയും പിന്നെ അതിന്റെ ജസ്റ്റ് ഇളയത് സബ് രജിസ്ട്രാർ ആയിട്ടിരിക്കുന്ന ആന്റി വിഡോ ആണ്. മക്കളില്ല, ഞാൻ തന്നെ എല്ലാം അവർക്കുണ്ടായിരുന്നു. അവരുടെ സ്നാനം 90-ാം വയസ്സിലായി. ആ ദിവസങ്ങളിൽ തന്നെ, ആ കാലഘട്ടത്തിൽ തന്നെ, 98-ന്റെ കാലഘട്ടത്തിൽ തന്നെ, ആ വർഷങ്ങളിൽ തന്നെ. പിന്നെ 101 വയസ്സിലാണ് ആ ആന്റി കർത്താവിൽ ചേർക്കപ്പെട്ടത്. അപ്പം ഞങ്ങളുടെ ഈ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് എന്റെ ഗ്രേറ്റ് ഗ്രേറ്റ് ഗ്രാൻഡ് പാരന്റ്സ് എന്ന് പറയുന്നത് കോഴഞ്ചേരിയിലായിരുന്നു. അവരെല്ലാം മാർത്തോമ ടൈപ്പ് ക്രിസ്ത്യൻസ് ആയിരുന്നു. അതിനകത്ത് അവര് ജീവിച്ച് പലരും ഒരുപാട് ലാർജ് ഫാമിലി ആയതുകൊണ്ട് അവരെല്ലാം പല സ്ഥലങ്ങളിലെ ജോലി സംബന്ധമായിട്ട് പോയി. അങ്ങനെ എന്റെ ഗ്രാൻഡ് മദർ, എന്റെ ഗ്രാൻഡ് ഫാദറുടെ ഗ്രാൻഡ് ഫാദർ ഇങ്ങനെ ട്രാൻഡത്ത് വന്നു. എന്റെ ഗ്രാൻഡ് ഫാദറിന് സ്കൂളിൽ ഹെഡ് മാസ്റ്റർ ആയിട്ട് ജോലി കിട്ടി. ആ ജോലി കിട്ടിയ സമയത്ത് വളരെ തീഷ്ണതയോട് ദൈവത്തെ ആരാധിക്കുവാനും 40 ദിവസത്തിന്റെ ഉപവാസങ്ങളൊക്കെ എടുക്കുമായിരുന്നു. അങ്ങനെ സാൽവേഷൻ ആർമിയുടെ ഒരു മിഷനറി പ്രവർത്തനത്തിൽ അവര് അതിലേക്ക് വന്ന് സാൽവേഷൻ ആർമിയിലേക്ക് ജോയിൻ ചെയ്ത് അങ്ങനെ മേജറായിട്ട് റിട്ടയർ ആയി എന്റെ വല്യപ്പച്ചൻ. പക്ഷെ സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ആയിരുന്ന കാലഘട്ടത്തിലൊക്കെ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് 40 ദിവസത്തിന്റെ ഉപവാസങ്ങളെല്ലാം എടുക്കുന്ന സമയത്ത് മുട്ടമേലുള്ള കാലിനകത്തുള്ള തഴമ്പെല്ലാം അത് എന്റെ കുഞ്ഞുകാലത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഭൂതശാന്തിയും രോഗശാന്തിയും എല്ലാം ഞങ്ങളുടെ ഭവനത്തിൽ വലിയ ടെന്റൊക്കെ അടിച്ച് അവിടെ രോഗികൾ വരുമായിരുന്നു. അനേക അത്ഭുതങ്ങൾ ഞങ്ങളുടെ ഭവനങ്ങളിൽ നടന്നിട്ടുണ്ട്, കേട്ടിട്ടുണ്ട് പല കാര്യങ്ങളും. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് തന്നെ എന്റെ വല്യപ്പച്ചന് എന്റെ മമ്മി 1 മാസം കുഞ്ഞായിരുന്നപ്പോഴത്തേക്ക് വീട്ടിൽ റൂമില് ഒരു വാളിൽ ഇങ്ങനെ എഴുത്ത് വന്ന്, ചെങ്കോട്ടെ പോയി യേശുവിനെ കുറിച്ച് പറയാൻ. അത് കേട്ടിട്ട് ഉടനെ തന്നെ എന്റെ വല്യപ്പച്ചൻ താഴ്ത്തി ഏൽപ്പിച്ച് അടുത്ത ദിവസം തന്നെ പോയി അങ്ങ് റിസൈൻ ചെയ്തു. അപ്പൊ എന്റെ വല്യമ്മച്ചി പറഞ്ഞ്, മക്കളൊക്കെ 7 പേരുണ്ട്, ഏറ്റവും ഇളയത് എന്റെ മമ്മി, ഈ കുഞ്ഞുങ്ങളെല്ലാം നോക്കണം, നീ വിഷമിക്കേണ്ട, ദൈവം കരുതിക്കോളും. ആ വിശ്വാസത്തിൽ അവർ ജീവിച്ച് നടന്നതുകൊണ്ട് ആ അതിന്റെ മുഖാന്തരമായിട്ട് ഞങ്ങൾ എല്ലാവരും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട് ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. അപ്പൊ നാട്ടിലേക്ക് വരുന്ന സമയത്ത് സാൽവേഷൻ ആർമി പള്ളിയിലൊക്കെയാണ് പോകുന്നതും ചിട്ടയിൽ നടത്തുവാനും ഞങ്ങൾക്ക് മോറൽ സ്റ്റഡീസ് ഒക്കെ എന്റെ വല്യമ്മച്ചിയാണ് ചെയ്തു കൊടുക്കുന്നത്, പറഞ്ഞു കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ ഈ ഉപമകളൊക്കെ ബൈബിളിലുള്ള ഉപമകളെല്ലാം സ്റ്റോറി ഫോമിൽ തന്നെ പറഞ്ഞ് ഞാൻ കേട്ട് അങ്ങനെ ഇതിൽ വിശ്വസിക്കുമായിരുന്നു. ഇതിൽ ഞാൻ പൂർണ്ണമായിട്ട് തന്നെ യേശുവിനോടുള്ള ആ സ്നേഹം, യേശുവിനോടുള്ള കരുതൽ, യേശുപ്പച്ചൻ നമ്മളെ ശിക്ഷിക്കും, നമ്മൾ ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ അങ്ങനെ ചെയ്ത്, അങ്ങനെ ഒരുപാട് ഒരു കോൺസെപ്റ്റ് എന്റെ മനസ്സിനകത്ത് ആഴമായിട്ടിരുന്നു. എന്റെ വല്യമ്മച്ചി എന്നെ
ഒരുപാട് മോറൽ തിങ്സിനെ പഠിപ്പിക്കുന്ന സമയത്ത് ഒരു 7-8 വയസ്സായിരുന്നപ്പോഴും എന്നോട് പറയും, മോളെ തൂക്ക്, ആ വീടൊക്കെ ഞങ്ങളുടെ 120 വർഷത്തിന്റെ വീടാണ്. അതെല്ലാം ഡിമോളിഷ് ചെയ്തിട്ടാണ് 2019 ഞങ്ങൾക്ക് ഒരു പുതിയ വീട് ദൈവം ഞങ്ങൾക്ക് തന്നു. അപ്പൊ ആ വീട്ടില് ഈ ചാണകം മെഴുകിയതും മേലെ ഈ പോലെയൊക്കെ ഉള്ളതാണ്. അപ്പൊ അങ്ങനെ ഉള്ളപ്പോഴത്തേക്ക് രാവിലെ പാട്ട് പാടും. അതിരാവിലെ പാട്ട് പാടുന്ന സമയത്ത് 5 മണിക്ക് എല്ലാവരും എണീറ്റ് മുട്ടുമേ ഇരുന്നോണം. ഞാനൊക്കെ ഉറങ്ങുന്ന സമയത്ത് എന്നെ പിടിച്ച് നിർത്തിയേക്കും. ഉറങ്ങുന്നോണ്ട് പ്രാർത്ഥന തീർന്നവരെ നീ നിന്നാ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഈ ചിട്ടയിലൊക്കെ എന്നെ വളർത്തി. അപ്പൊ ഈ ചൂലെടുത്ത് എന്റെ വെല്ലുമിച്ചി എന്നോട് പറഞ്ഞ് ഇവിടെ ഒന്ന് തൂക്കെന്ന് പറഞ്ഞു. പക്ഷെ പുള്ളി നോക്കും എന്നെ, ഞാൻ എന്താ ചെയ്യുന്നത്. തൂത്തിട്ട് എനിക്ക് തൂക്കാൻ അറിഞ്ഞൂടാ, എങ്ങനെയൊക്കെ തൂത്ത് ആ കുപ്പയെല്ലാം കൊണ്ടുപോയി ഇതിന്റെ ഡോറിന്റെ ബാക്കിൽ അങ്ങ് ഇട്ടേക്കും. അപ്പൊ എന്നെ വെല്ലുമിച്ചി ചോദിക്കും, നീ ചെയ്തോ മോള് തൂത്തോന്ന് ചോദിക്കും. ആ അമ്മച്ചി തൂത്തു. കുപ്പയെല്ലാം കളഞ്ഞോ? കുപ്പയെല്ലാം കളഞ്ഞ്. അപ്പൊ പിന്നെ മോറൽ സ്റ്റോറി പറയും, നമ്മളുടെ ഹാർട്ട് ശുദ്ധമായിരിക്കണം. നമ്മുടെ ഹാർട്ടിനകത്ത് ഏതെങ്കിലും ഒരു കരടുണ്ടെങ്കിൽ യേശുപ്പച്ചൻ ഒരിക്കലും നമ്മുടെ പ്രാർത്ഥന കേൾക്കത്തില്ല, നമ്മളുടെ അടുക്കലേക്ക് വരത്തില്ല. അപ്പൊ പെട്ടെന്ന് ഇങ്ങനത്തെ ഒരു ടച്ചിങ് വേർഡ്സ് പറയുന്ന സമയത്ത് നിന്ന് മോള് കണ്ടോ കുപ്പ ഇങ്ങനെ ഇട്ടില്ലേ, അപ്പൊ പെട്ടെന്ന് പോയി ഞാൻ അതിനെ ഉടനെ അനുസരിക്കും. അങ്ങനെ ദൈവം എന്നെ ഒരു കുഞ്ഞു കാര്യത്തിനെ പഠിപ്പിച്ചു. 6 വയസ്സായിരുന്നപ്പോഴത്തേക്ക് മധുരയിൽ ഞാൻ സ്കൂളിൽ പോകുന്ന സമയത്ത് ഒരു വർഷം എന്റെ ആദ്യത്തെ ഇത് ടെസ്റ്റിമണിയാണ്, ഫസ്റ്റ് എന്റെ സാക്ഷ്യമാണ് എന്റെ ജീവിതത്തിന്റെ. അവിടെ എനിക്ക് സ്കൂളിൽ പോയി പഠിക്കുന്ന സമയത്ത് എല്ലാം ടോപ്പാണ്. എല്ലാ കാര്യത്തിലും എനിക്ക് ഭയങ്കര പഠിച്ച് ഫസ്റ്റ് വരണം എന്നുള്ള ആഗ്രഹം. ആ ദിവസങ്ങളിൽ എനിക്ക് ഒരു പ്രാവശ്യം ഡെങ്കു ഫീവർ വന്നു. ഡെങ്കു ഫീവർ ഇപ്പോഴൊക്കെ വളരെ കോമൺ ആണ്. അന്നത്തെ സമയത്തൊക്കെ ഡെങ്കു ഫീവർ വളരെ റെയർ ആയിട്ട് കേട്ടിട്ട് പോലും ഇല്ല. അപ്പൊ ഈ ഡെങ്കു ഫീവർ വന്ന് അതിന്റെ കൂടെ തന്നെ എനിക്ക് റുമാറ്റിക് ഫീവറും വന്ന് ബോൺസിലെല്ലാം ഭയങ്കര പെയിന്, ജോയിന്റ്സിലൊക്കെ ഭയങ്കര പെയിന്. 21 ദിവസം ബെഡിൽ കിടക്കുന്നു, എല്ലാ കാര്യങ്ങളും ബെഡിൽ തന്നെ സാധിക്കുന്നു. ഭയങ്കര ഇറിറ്റേഷനും കോപവും ദേഷ്യവും എല്ലാം കൊണ്ട് ഞാൻ ഒരുപാട് കരയുമായിരുന്നു. അന്നും കരയും ഇന്നും കരയും. അന്ന് കരയുന്നത് പരാതികൾ പറഞ്ഞ് കോപിച്ച് കരയുന്നതാണ്. ഇന്ന് കരയുന്നത് കർത്താവിന്റെ സ്നേഹം ആസ്വദിച്ച് അത് ഹൃദയത്തിൽ ഞാൻ മെഡിറ്റേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ അറിയാതെ കരഞ്ഞു പോകും. അത് ദൈവത്തിന്റെ ഒരു സ്നേഹമാണ് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ എനിക്കിങ്ങനെ ഫീവർ ആയപ്പോഴത്തേക്ക് ടെമ്പറേച്ചർ ഒട്ടുമേ 100-ൽ ഡൗൺ ആകുന്നില്ല. പാതിരാത്രി ആകുമ്പോഴത്തേക്ക് 101, 102 ഫീവർ ഒക്കെ ആകുന്ന സമയത്ത് ഒരു സൈഡില് മൂത്തമ്മച്ചി കിടക്കും, ഒരു സൈഡിൽ എന്റെ മമ്മി കിടക്കും. 0 വാട്ട് ബൾബ് ഉണ്ട്. പെട്ടെന്ന് എന്നെ തൊടുന്ന സമയത്ത് ഭയങ്കര ചൂടായിട്ടിരിക്കും. അപ്പൊ തന്നെ എണീറ്റ് പെട്ടെന്ന് ടവലൊക്കെ നനച്ച് എന്റെ ഫീവറിനെ കുറയ്ക്കാൻ വേണ്ടി നോക്കും അവര്. ഇങ്ങനെ 21 ദിവസങ്ങൾ കഴിഞ്ഞു പോയി. ഒരുപാട് പേര് വരുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. സഭയിൽ നിന്നെല്ലാം ബാപ്റ്റിസ്റ്റ് ചർച്ചിൽ നിന്നും മെത്തഡിസ്റ്റ് ചർച്ച് രണ്ടുപേരും കൂടെ ചേരുന്ന സമയത്താണ് കൺവെൻഷൻ ഒക്കെ നടക്കുന്നത്. അപ്പം റിപ്പീറ്റഡ്ലി കൺവെൻഷൻസ് അവിടെ നടക്കുന്നതുകൊണ്ട് എനിക്ക് യേശുവിന്റെ പാട്ടുകളും കാര്യങ്ങളെല്ലാം കേൾക്കാനൊക്കെ വലിയ കൊതിയാണ്. എന്റെ കാലത്തിലും എന്റെ നേരത്തിലും ആ പാട്ട് എന്റെ ജീവന്റെ ഒരുപാട് ഒരു ടച്ചിങ് പാട്ടായിട്ട് എന്റെ ജീവിതത്തിൽ ഞാൻ അതിനെ മെഡിറ്റേഷൻ എന്നൊക്കെ അന്ന് അറിഞ്ഞുകൂടാ. പക്ഷെ ആ പാട്ടിനെ ഞാൻ ലയിച്ച് പാടി പാടി എന്റെ ഹൃദയത്തിൽ ഞാൻ ആസ്വദിക്കുമായിരുന്നു, കുഞ്ഞു പ്രായമായതുകൊണ്ട്. അപ്പോൾ അങ്ങനെ എനിക്ക് ഫീവറൊക്കെ ആയി എല്ലാരും ഒന്ന് പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ എനിക്ക് ഭയങ്കര കോപവും ദേഷ്യവും വന്ന് എന്റെ മമ്മിയോട് ഞാൻ പറഞ്ഞ്, മമ്മി ആരും ഇവിടെ വരണ്ട പ്രാർത്ഥിക്കാൻ വേണ്ടി, യേശുപ്പച്ചൻ കേൾക്കുന്നൊന്നും ഇല്ലല്ലോ, ഞാൻ ഇത്രയും കഷ്ടപ്പെടുന്നുണ്ട്, ഞാൻ സ്കൂളിലെ ബാക്കായി പോകും, ഫെയിലായി പോകും, യേശുപ്പച്ചൻ അറിഞ്ഞൂടെ. ഇങ്ങനെ ഞാൻ പിണങ്ങി. എന്നിട്ട് പിണങ്ങി കരയാൻ തുടങ്ങുന്ന സമയത്ത് ഞാൻ ആ കരച്ചിലിന്റെ ഇടയ്ക്ക് കൂടെ സംസാരിക്കുമായിരുന്നു. അപ്പൊ എന്റെ മമ്മി പറയും, ഒന്നിനും നീ ഒന്നിനും സംസാരിക്കും, എനിക്ക് ഒന്നും മനസ്സിലാകുന്നില്ല എന്ന് പറയും. അപ്പൊ ഉടനെ പിന്നെ എന്റെ മമ്മി എന്നോട് പറഞ്ഞ്, യേശുപ്പച്ചൻ കുഞ്ഞുങ്ങളുടെ പ്രാർത്ഥനയാ കേൾക്കുന്നത്, വലിയവരുടെ പ്രാർത്ഥനയെക്കാളും കൂടുതൽ കുഞ്ഞുങ്ങളുടെ പ്രാർത്ഥനയാ കേൾക്കുന്നത്. അപ്പം ഞാൻ ഇങ്ങനെ കൺവെൻഷനിലൊക്കെ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, പുനർജന്മം ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കുന്ന സമയത്ത് നമ്മൾ മാലാഖമാരായിട്ട്, നമ്മൾ ഏഞ്ചൽസ് ആയിട്ട്. അപ്പൊ ആ ഒരു ലൈഫില് എനിക്ക് ഏഞ്ചൽ ആകണം, എനിക്ക് ജീസസ് പപ്പ ഞാൻ സ്നേഹിക്കുമ്പോൾ മാത്രമേ എനിക്ക് ഏഞ്ചൽ ആകാൻ ഒക്കത്തുള്ളൂ. ഇങ്ങനെയൊക്കെ ഉള്ള കോൺസെപ്റ്റിൽ ഞാൻ അങ്ങനെ ഇരുന്നപ്പോൾ എനിക്ക് കോപം വന്നിട്ട് മമ്മി ഇങ്ങനെ പറഞ്ഞ ഉടനെ എന്റെ മനസ്സിന്റെ ഉള്ളിനകത്ത് ഇങ്ങനെ ഞാൻ ഇന്ന് യേശുപ്പച്ചനോട് ശണ്ട പോടുവേ, വഴക്കുണ്ടാക്കും. അപ്പൊ ഞാൻ വഴക്കുണ്ടാക്കുമ്പോഴത്തെ കരയും, എല്ലാരും അറിയും. അപ്പൊ ആരും അറിയാൻ പാടില്ല. അപ്പൊ എല്ലാരും ഉറങ്ങിക്കഴിഞ്ഞ ഉടനെ ഞാൻ യേശുപ്പച്ചനോട് ഞാൻ സംസാരിക്കും. ഞാന് കോപിക്കൂ എന്നാണ് ഞാൻ ഇങ്ങനെ
എന്റെ കുഞ്ഞു പ്രായത്തില്, അറിവില്ലായ പ്രായത്തില് ഞാൻ അങ്ങനെ ചിന്തിച്ചു. എന്നാൽ എല്ലാരും ഉറങ്ങിക്കഴിഞ്ഞു. ഞാൻ ഇങ്ങനെ കരഞ്ഞു കരഞ്ഞു മനസ്സിനകത്ത് ഞാൻ പറഞ്ഞു, യേശപ്പാ ഉനക്ക് എന്നെ ഇഷ്ടമില്ലയാ, നീ എന്നെ നേസിക്രിയാ ഇല്ലയാ. ഈ വേർഡ്സ് എല്ലാം ഞാൻ ഇന്നും എനിക്ക് ബൈ ഹാർട്ടഡ് ആയിട്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ എപ്പോഴും എപ്പോഴും ഇതിനെ ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്, ഞാൻ നന്ദി കരയറ്റാറുണ്ട്. അതുകൊണ്ടാണ് ഈ വേർഡ്സ് ഇന്നും എനിക്കത് അങ്ങ് ബൈ ഹാർട്ടിനകത്ത് അങ്ങ് ബ്ലൂ പ്രിന്റ് പോലെ ഇങ്ങനെ പതിഞ്ഞു പോയി. അപ്പൊ ഞാൻ പറഞ്ഞു, നീ നേസിക്രിയാ ഇല്ലയാ, നീ എന്നத்துக்கு എനിക്ക് ഇത്ര കഷ്ടം കൊടുത്തിട്ട് എനിക്ക് വലിക്കുது, உனக்கு தெரியாத, நான் பேக் ஆகி போயிருவேன், எல்லாரும் செகண்ட் ஸ்டாண்டர்ட்ல போயிருவாங்க, நான் பேக்ல ஆயிருவேன் கரைஞ்சு. நீ என்னை நேசிக்கிறியா இல்லையா, നീ എന്നെ നേസിക്കല്ല, ആനാ നീ ഇന്നേതാ എന്റെ ഉയർ എടുത്തുകൊള്ളു പറഞ്ഞ് ഇങ്ങനെ ഞാൻ പറഞ്ഞു. ഇത്രയും പറഞ്ഞത് എനിക്കറിയാം. അത് കഴിഞ്ഞിട്ട് എനിക്കറിഞ്ഞൂടാ ഞാൻ ഉറങ്ങിപ്പോയോ അല്ലെ മയങ്ങിപ്പോയോ, ഇന്നും എനിക്കത് അറിഞ്ഞൂടാ. അങ്ങനെ ഇരുന്നപ്പോൾ തന്നെ എപ്പോഴും പതിവ് പോലെ എന്റെ മമ്മി, എന്റെ ആന്റി, ആരെങ്കിലും ഒരാൾ തലയിൽ ഇങ്ങനെ കൈ തൊട്ട് നോക്കിയപ്പോ പച്ചവെള്ളം പോലെ ഇരുന്നു. ഫീവറുടെ ഡിഗ്രീസ് നമ്മൾ പഠിക്കുന്ന സമയത്ത് അത് സ്ലോ ആയിട്ടേ താഴോട്ട് ഗ്രേഡിങ്സ് പോകത്തുള്ളൂ. 100, 99, 8, 99, 6 അങ്ങനെ അങ്ങനെ പതുക്കെ വരത്തുള്ളൂ. ഇത്രയും ദിവസം ഹൈ ഫീവർ ആയിട്ടിരിക്കുന്ന പേഴ്സണ് പെട്ടെന്ന് പോണമെന്നുണ്ടെങ്കിൽ ഒന്നിൽ അവര് മരിച്ചിരിക്കണം. അപ്പോഴ് പെട്ടെന്ന് എന്റെ മമ്മി പറഞ്ഞു, കൊച്ചമ്മേ മോളി, ഇത്രയും പറഞ്ഞിട്ട് പെട്ടെന്ന് ചാടി ലൈറ്റ് ഇട്ടപ്പോഴും എന്റെ കണ്ണു തുറന്നപ്പോഴത്തേക്ക് എനിക്ക് ആ ദിവസങ്ങളിലൊക്കെ എന്റെ ജോയിന്റ്സ് ഒക്കെ വേദന എടുക്കുന്നതുകൊണ്ട് പതുക്കെ ഇങ്ങനെ മൂവ് ചെയ്യും, പതുക്കെ കാല് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യും. വേദന ഭയങ്കര, ആരെങ്കിലും കട്ടിലെടുത്ത് തട്ടിക്കഴിഞ്ഞാൽ ശരീരം മൊത്തം അങ്ങ് വേദനിക്കുന്ന ഒരവസ്ഥയായിരുന്നു എന്റെ ജീവിതത്തില്. അപ്പോൾ പെട്ടെന്ന് മമ്മി എണീറ്റപ്പോ ഞാൻ, എനിക്ക് ദാഹിക്കുന്നു മമ്മി എന്ന് പറഞ്ഞു. അങ്ങനെ മമ്മി വെള്ളം എടുക്കാൻ പോയപ്പോഴത്തേക്ക് ഞാൻ പതുക്കെ, ഞാൻ ആസ് നോർമലായിട്ട് എപ്പോഴും ചെയ്യുന്ന പോലെ പതുക്കെ ഇങ്ങനെ കൈ മടക്കിയപ്പോ കാണാം എനിക്ക് വേദനയില്ല. ഞാൻ അപ്പൊ പെട്ടെന്ന് കാലിങ്ങനെ നൂർത്തി നോക്കി. ഞാനങ്ങ് സ്പീഡില് കൈയും കാലും നോർത്തപ്പോ എനിക്ക് പനിന്ന് പോലും ഇല്ലാത്ത ഒരു അവസ്ഥ എന്റെ ജീവിതത്തിലായി. അപ്പൊ യേശുപ്പച്ചൻ എന്നെ ഇത്രത്തോടെ സ്നേഹിക്കുന്നെന്ന് എനിക്കുള്ള ഒരു അടയാളം കിട്ടി. അപ്പൊ തന്നെ ഞാൻ മമ്മിയെടുത്ത് പറഞ്ഞു, ഞാൻ സൺഡേ പോട്ടെ യേശുപ്പച്ചി കൂടെ, അത് താൻ ഇപ്പടി അയച്ചെന്ന് പറഞ്ഞു. എനിക്ക് ബാത്റൂമിൽ പോകണമെന്ന്. മമ്മി പറഞ്ഞു, തല ചുറ്റി വീണ് മോളെ, ഇപ്പൊ പോകണ്ട, നാളെ പോ. നോ നോ എന്ന് പറഞ്ഞ് ഞാനങ്ങ് ചാടി എണീറ്റപ്പോ മമ്മി വിചാരിച്ച് ഈ ഫീവറിലൊക്കെ ഡൗൺ പോകുന്ന സമയത്ത് ഒരു ഡിലീരിയൽ സ്റ്റേജ് വരെ, അതായത് ഇങ്ങനെ പുലമ്പ് എന്തെങ്കിലുമൊക്കെ പറയും, അങ്ങനെ ആയിരിക്കും എന്ന് മമ്മി വിചാരിച്ചു. പക്ഷെ അതല്ലായിരുന്നു. പിന്നെ ഞാൻ യേശുപ്പച്ചനെ ഞാൻ മനസ്സിനകത്ത് തന്നെ ഇങ്ങനെ പറഞ്ഞു, എന്റെ കർത്താവെ, നീ എന്നെ സ്നേഹിക്കുന്നതുകൊണ്ട് ഒരു നാളും ഒന്നെ ഞാൻ ലജ്ജിപ്പിക്കാൻ ഇടവരുത്തില്ല. നീ എന്നെ സ്നേഹിക്കുന്നതുകൊണ്ട് ഞാൻ അപ്പടി ഞാൻ ഉണ്മയായിട്ട് ഉനക്ക് വേണ്ടി ഞാൻ എന്റെ ലൈഫ് ഞാൻ ഡെഡിക്കേറ്റ് പண்றேன்னு അങ്ങനെ പറഞ്ഞെങ്കിലും എനിക്ക് എന്തുവാ ഞാൻ പറയുന്നെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ പറഞ്ഞു, അത് ദൈവം കേട്ടു. അത് എനിക്ക് വേണ്ടി എന്നേക്കും സാങ്ഷൻ ആയതുപോലെ ഉള്ള കാര്യങ്ങളാണ് എന്റെ ജീവിതത്തിൽ, പിന്നെ ഉള്ള ജീവിതത്തിൽ എനിക്ക് അത് കാണാൻ പറ്റിയത്. അപ്പം അവിടെ കഴിഞ്ഞ് സുഖമായി. എനിക്ക് അതിന്റെ കോംപ്ലിക്കേഷൻസ് ഒക്കെ ഒരുപാടായി. മുക്കിൽ നിന്ന് രക്തം വരിക, അങ്ങനെയൊക്കെ റാഷസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം സമയങ്ങളും കാലങ്ങളും കഴിഞ്ഞപ്പോഴത്തേക്ക് അതെല്ലാം ദൈവം മാറ്റി തന്നു. അവിടെ എല്ലാം ഉറച്ചു നിന്നു. ഒരു പേടിയും വിഷമവും ഒന്നും ഇല്ലായിരുന്നു. എന്റെ യേശു എൻ കൂടെ വിളിക്കുന്നത് എന്നത്തേക്ക് എനിക്ക് ഭയക്കണോ, അങ്ങനത്തെ ഒരു തന്റെ അടുത്ത് എന്റെ ജീവിതത്തിനകത്ത് കടന്നു വന്ന് ഞാൻ അതിലേക്ക് ഞാൻ ജീവിച്ച് നടക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് സർവൻസിന് കിട്ടി. എന്റെ വലിപ്പച്ചൻ സർവൻസ് അറേഞ്ച് ചെയ്ത് ഞങ്ങൾ നോർത്ത് ഇന്ത്യയിൽ പോയി. എന്ന് വെച്ചാൽ മമ്മിക്ക് ഒറ്റയ്ക്ക് ഞങ്ങളെ രണ്ടുപേരെയും നോക്കാൻ ഒക്കത്തില്ല, ആരെങ്കിലും ഉണ്ടായിരിക്കണം. മമ്മി നേഴ്സായിട്ട് ജോലി ചെയ്യുന്നുണ്ട് പെഡിയാട്രിക് വാർഡില്. അപ്പൊ അങ്ങനെ ഉള്ളപ്പോഴത്തേക്ക് സർവന്റ് വീട്ടിലില്ലാതെ പറ്റത്തില്ല. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും അങ്ങനെയാണ് ഞങ്ങൾ നോർത്ത് ഇന്ത്യയിൽ പോയി. അവിടെ പിന്നെ എന്റെ 11ാം ക്ലാസ് വരെ ഞാൻ രാജസ്ഥാനിൽ തന്നെയായിരുന്നു. എന്റെ മമ്മി അവിടെ ജോലി ചെയ്യായിരുന്നു. അപ്പൊ എന്റെ യൂത്ത് ടൈം എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ദൈവം എന്നെ നടത്തി. അവിടെ പോയി അവിടെ ക്രിസ്ത്യൻ ഒരു കൾച്ചറേ ഇല്ല. എല്ലാ ഹിന്ദുക്കളാണ് കൂടുതലായിട്ടുള്ളത്. പള്ളിയില്ല, ഒന്നുമില്ല. പക്ഷെ വീട്ടില് ഞങ്ങൾക്ക് രാവിലെ വൈകിട്ട് മമ്മി പ്രാർത്ഥിപ്പിക്കും, വചനങ്ങൾ പറഞ്ഞു കൊടുക്കും, ഞങ്ങളെ കൊണ്ട് ബൈഹാർട്ട് ചെയ്യിപ്പിക്കും. അങ്ങനെ നമ്മുടെ വീട്ടിനകത്ത് തന്നെ ആ ദിവസങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോ ഒരു ദിവസം ഞാൻ പള്ളിയെല്ലാം ഒന്നുമില്ലാതെ വീട്ടിനകത്ത് തന്നെ വചനങ്ങളൊക്കെ പഠിക്കാനും മമ്മി പറഞ്ഞു കൊടുക്കുന്നതാണ് ഞാൻ മെഡിറ്റേറ്റ് ചെയ്യുന്നതും. ഇംഗ്ലീഷിൽ എനിക്ക് സങ്കീർത്തനങ്ങളും എനിക്ക് സദൃശവാക്യം മാത്രം ഇഷ്ടമായിരുന്നു. അത് പഠിക്കുന്ന സമയത്ത് അത് എനിക്ക് മനസ്സിലാകും. ബാക്കി എന്തെങ്കിലും വായിക്കുന്ന സമയത്ത്
അത് മനസ്സിലാകത്തില്ല. അതുകൊണ്ട് അധികം അതിനെ പഠിക്കാൻ വേണ്ടി ഞാൻ പോകത്തില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന ഒരു ദിവസത്തില് യൂത്ത് ടൈമിൽ തന്നെ എനിക്ക് കോളേജിലൊക്കെ എനിക്ക് പോകാൻ ചാൻസ് കിട്ടി. അപ്പൊ എന്റെ മമ്മി പിന്നെ റിട്ടയർ ആയി അവിടെ തന്നെ. എന്റെ 11th സ്റ്റാൻഡേർഡ് കഴിഞ്ഞപ്പോ മമ്മി റിട്ടയർ ആയി. ഇനി മമ്മിക്ക് ഒരു ജോലി കിട്ടണം എന്നുണ്ടെങ്കിൽ മമ്മിക്ക് ഒരുപാട് സ്ഥലം അങ്ങും ഇങ്ങൊക്കെ പോകണം. അപ്പൊ ഞാൻ യങ്ങായതുകൊണ്ട് എന്നെയും കൊണ്ട് നടക്കാൻ ഒക്കത്തില്ല. എന്റെ മമ്മിമാരടുത്ത് നാട്ടിലേക്ക് കൊണ്ടുവന്ന് 6 മാസം എന്റെ മമ്മിമാരടുത്ത് എന്നെ വിട്ടു. അങ്ങനെ എന്റെ പഠനങ്ങളെല്ലാം പിന്നെ എന്റെ കോളേജിന്റെ പഠനം ഡിസ്കണ്ടിന്യൂ ചെയ്യേണ്ടി വന്നു. അപ്പൊ എനിക്കൊരു ലെക്ചറർ ആകണമെന്നാണ് ആഗ്രഹമായിരുന്നു. അപ്പൊ ലെക്ചറർ ആകണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഹയർ പോസ്റ്റ് ഗ്രാജുവേഷൻ ഒക്കെ കഴിയണം. അപ്പൊ അതിനു വേണ്ടിയൊക്കെ ഒരുപാട് സമയങ്ങൾ വേണം. അപ്പൊ അതൊന്നും ഇല്ലാതെ നാട്ടിൽ പഠിപ്പിക്കണമെന്ന് പറഞ്ഞപ്പോ ഞാൻ നാട്ടിൽ ഞാൻ പഠിക്കത്തില്ല, എനിക്ക് മലയാളം അറിഞ്ഞൂടാ, എനിക്ക് ഹിന്ദി തന്നെ പഠിക്കണം. എന്നാ മമ്മി സെറ്റപ്പ് ചെയ്തിട്ട് നിനക്ക് വീണ്ടും നോർത്ത് ഇന്ത്യയിലെ കൊണ്ടുപോകാന്ന് പറഞ്ഞ് അങ്ങനെ ഇരുന്ന് അങ്ങനെയാണ് എന്റെ മമ്മി പിന്നെ ഭിവാനി ഹരിയാനയില് ഒരു ഹോസ്പിറ്റലിലെ നഴ്സിംഗ് സൂപ്രണ്ടായിട്ട് ജോലി കിട്ടുന്നു. ഞാൻ അവിടെ പോകുന്നുണ്ട്. അവിടെ പോയപ്പോ എന്റെ ഫ്രണ്ട്സ് വേറെ അവിടെ ലോക്കൽ ഫ്രണ്ട്സ് ഒക്കെ കിട്ടി. ഹിന്ദി അറിയുന്നതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് ഫ്രണ്ട്സ് എല്ലാം കിട്ടും. ഫ്രണ്ട്സ് ഒക്കെ കിട്ടിയപ്പോ അവര് പറഞ്ഞ് ഞങ്ങളുടെ ചേച്ചിമാരൊക്കെ പഠിച്ച് പോസ്റ്റ് ഗ്രാജുവേഷൻ ആയിട്ട് നിൽക്കുന്ന, അവർക്ക് ജോലിയൊന്നും കിട്ടിയില്ല, ബാങ്കിൽ കിട്ടിയില്ല. അപ്പൊ ഞാൻ എന്റെ മനസ്സിൽ വിചാരിച്ച് എനിക്ക് നഴ്സിംഗ് ഒന്നും ഇഷ്ടമേ ഇല്ല, എനിക്ക് മെഡിക്കൽ ലൈനും ഇഷ്ടമേ ഇല്ലായിരുന്നു. അപ്പൊ ഞാൻ പെട്ടെന്ന് വിചാരിച്ചു ഞാൻ ഇനിയും പഠിക്കാൻ നിന്ന് എന്റെ മമ്മി ഓൾറെഡി റിട്ടയർഡ് പേഴ്സൺ എന്നെ ഇത്രത്തോളം നോക്കുന്നു ഒറ്റയ്ക്ക്. അപ്പം ഞാൻ മമ്മിക്ക് ഇൻഫെക്റ്റീവ് ഹെപ്പറ്റൈറ്റിസ് ഒക്കെ ആയി സുഖമായതാണ്. അപ്പൊ മമ്മി ഒറ്റയ്ക്ക് വിട്ടിട്ട് പോകുന്നില്ല, മമ്മിയുടെ കൂടെ തന്നെ ഇരിക്കാൻ ഞാൻ നഴ്സിംഗിൽ തന്നെ ചേരാന്ന് എന്റെ മനസ്സില്ലാ മനസ്സോട് ഞാൻ അതിനെ അങ്ങ് അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി. എന്റെ വേറെ ഫ്രണ്ട്സ് ഒക്കെ അവരൊക്കെ ഇതിനകത്ത് ചേരുന്നതുകൊണ്ട് ഞാനും കൂടെ ചേർന്നോളാം പറഞ്ഞു. അങ്ങനെ ചേരുന്ന സമയത്ത് എന്റെ മമ്മിക്ക് ഉറപ്പായിരുന്നു ഇത് പോയി തിരിച്ചു വരും. എന്തെന്ന് വെച്ചാൽ ഇഷ്ടമില്ലാത്ത ജോലിയാണ്, ഇഷ്ടമില്ലാത്ത ഒരു സ്ട്രീം ആയതുകൊണ്ട്. അങ്ങനെ മമ്മിയുടെ ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞ് BSc വിട്ടാൽ മതി, GNത്തിന് വിടണ്ട, ഡൽഹിയിൽ വിടാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഡൽഹിയിൽ ഒരുപാട് ദൂരം എന്റെ മമ്മി അടുത്ത് എനിക്ക് ദൂരം ഇരിക്കാൻ ഒക്കത്തില്ല. BSc ആണെങ്കിലും GNM ആണെങ്കിലും നേഴ്സ് തന്നെയാ. ആ ഒരു കോൺസെപ്റ്റില് ഞാൻ നഴ്സിംഗിൽ വന്നു. നഴ്സിംഗിലെ യൂത്ത് ടൈമില് എനിക്ക് ചില അനുഭവങ്ങൾ ദൈവം എന്നെ പഠിപ്പിച്ചു. ദൈവമല്ല, പരിശുദ്ധാത്മാവ് എന്നെ പഠിപ്പിച്ച കാര്യങ്ങൾ ഞാൻ അറിയാതെ ആ സ്ട്രീമിലേക്ക് ഞാൻ ഒഴുകി പോകുമായിരുന്നു. എന്തെന്ന് വെച്ചാ ഹിന്ദു ഹിന്ദു പ്രദേശമായതുകൊണ്ട് കൾച്ചേഴ്സ് എല്ലാം ഒരുപാട് ഡിഫറെന്റ് ആണ്. അവിടെ സ്വർണം ഞാൻ ഇടുമായിരുന്നു, അതുപോലെ പൊട്ട് എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു. അപ്പം എന്റെ ജീവിതത്തിനകത്ത് മമ്മി പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് നമ്മൾ ക്രിസ്ത്യാനികളാണ്, ഈ ആർസിക്കാരും ഹിന്ദുക്കളാണ് പൊട്ടിടുന്നത്, നമ്മൾ പൊട്ടിടണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതിനെ ഞാൻ വലിയ ഇതായിട്ട് ഞാൻ എടുക്കാതെ മമ്മി കൊച്ചു പൊട്ടില്ലേ ഇട്ടിരിക്കുന്നത്, സാരമില്ല, എന്റെ ഫ്രണ്ട്സ് എല്ലാം ഇടുന്നല്ലോ, ഗോൾഡ് ഒക്കെ ഇടുന്നുണ്ട്, അതിനെ വലിയൊരു അതിന് മാത്രം എന്തിനു മാറ്റെന്നും പറഞ്ഞു ഞാൻ അത് ഇടുമായിരുന്നു. എന്നാൽ എന്റെ ഫ്രണ്ട്സിന്റെ ഇടയ്ക്ക് നഴ്സിംഗിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഫ്രണ്ട്സ് അവർക്ക് ഒരുപാട് ദേവി ദേവന്മാരുണ്ട്. അവരെല്ലാ ദിവസവും ഓരോരോ ദൈവത്തെയാണ് അവർ ഉപാസിക്കുന്നുണ്ട്. തിങ്കളാഴ്ച അവര് ശിവന്റെ പൂജ, പിന്നെ ഹനുമാന്റെ പൂജ, അങ്ങനെ അങ്ങനെ കുറെ. പിന്നെ വെള്ളിയാഴ്ച വരുമ്പോഴത്തേക്ക് സന്തോഷി മാതായുടെ വ്രതം എടുക്കും അവര്. അപ്പൊ എന്നോട് എന്റെ ഫ്രണ്ട്സ് ഭയങ്കര നിർബന്ധിച്ച്, നീ സന്തോഷി മാതായുടെ വ്രതം എടുക്കണം, നമ്മള് ഡേഞ്ചറസ് ലൈഫിൽ ഇവിടെയൊക്കെ ടീസിങ് ഒക്കെ നടക്കും. ടീസിങ് എന്ന് വെച്ചാൽ ബോയ്സ് പെട്ടെന്നൊക്കെ നമ്മളെ അറ്റാക്ക് ചെയ്യും. അവര് വന്ന് നെഞ്ചത്ത് അടിക്കും, അല്ലെങ്കിൽ ഷോൾ വലിച്ചെടുത്തുകൊണ്ടൊക്കെ പോകും, ഇങ്ങനെയൊക്കെ. അപ്പൊ നമ്മൾ സന്തോഷി മാതായുടെ വ്രതം എടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ മുഖത്തില് സന്തോഷി മാതായുടെ ആ ഫേസ് വന്നിട്ട് ആ അറ്റാക്ക് ചെയ്യുന്ന വ്യക്തികൾ നമ്മൾ അറ്റാക്ക് ചെയ്യത്തില്ല. അപ്പൊ ഞാൻ ചിരിച്ചുകൊണ്ട് പറയും, എന്റെ യേശു മതി എനിക്ക്, എന്നെ നോക്കുന്നവൻ ബ്ലൈൻഡ് ആയി പോകുന്നത്. അത്ര വിശ്വാസത്തോടെ പറഞ്ഞു. അത് പറയുന്നതിന്റെ കാരണം എന്ന് വെച്ചാൽ ഒരു സംഭവത്തിന്റെ കഥ ഞാൻ എന്റെ വല്യപ്പച്ചന്റെ നിന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. വല്യപ്പച്ചൻ ഫാസ്റ്റിംഗ് എടുത്ത് 40 ദിവസം ഫാസ്റ്റിംഗ് ആയിരുന്നപ്പോൾ ഒരു സ്ത്രീ എന്റെ വല്യപ്പച്ചനെ കുരുക്കിലാക്കാൻ നോക്കി. എന്ന് വെച്ചാൽ വളരെ അധികമായിട്ട് ഈ പ്രവർത്തനങ്ങൾ നടക്കുന്നു, ദൈവത്തിന്റെ കാര്യങ്ങൾ, രോഗശാന്തിയും ഭൂതശാന്തിയൊക്കെ ആകുന്ന സമയത്ത് അവരുടെ ഇടയ്ക്ക് തന്നെ റിലേറ്റീവ്സിൽ ആരോ എന്റെ വലിപ്പച്ചനെ എങ്ങനെങ്കിലും ഡിഫെയിം ചെയ്യണം, എങ്ങനെങ്കിലും ഈ പ്രവർത്തനങ്ങളൊക്കെ നിർത്താൻ വേണ്ടിയാണ് അങ്ങനെ കേസ് കൊണ്ടുപോയി കൊടുത്ത് എന്റെ വലിപ്പച്ചന്റെ പുറത്ത്. അപ്പൊ വലിപ്പച്ചനെ അന്വേഷിച്ചിട്ട് ഒരു 2 പോലീസ്, അതായത് ഒരു ഹിന്ദു പോലീസും ഒരു CSI പോലീസ്, ഇവർ രണ്ടുപേരും അവിടെ കടന്നു വന്ന്
എന്റെ വല്യമ്മച്ചിയോട് ചോദിച്ചു, അയ്യ എങ്ക ഇരിക്കുന്നതെന്ന് ചോദിച്ചു. അയ്യ എവിടെയും ചോദിച്ചു. അപ്പൊ അയ്യ അമ്മച്ചി എന്നൊക്കെ അമ്മ എന്നൊക്കെ വിളിക്കത്തുള്ളൂ. അപ്പൊ അയ്യ എവിടെ ചോദിച്ചപ്പോ എന്റെ വല്യമ്മച്ചിക്ക് ഇഷ്ടമില്ല ആരും വന്ന് ഫാസ്റ്റിംഗ് ടൈമിൽ ഡിസ്റ്റർബ് ചെയ്യുന്ന പറഞ്ഞ അയ്യ ഇവിടെ ഇല്ല, വരുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞോളാം എന്ത് വേണമെന്ന്. അപ്പൊ അന്നത്തെ ദിവസങ്ങളിലൊക്കെ ഈ പോലീസിനൊക്കെ ഭയങ്കര സ്വാതന്ത്ര്യമുണ്ട്, കയറി ഇറങ്ങി നടക്കാനും ചെക്കിങ്ങിനൊക്കെ ചെയ്യാൻ വേണ്ടിയൊക്കെ കയറും. അപ്പൊ പറഞ്ഞ അമ്മയുടെ അടുത്ത് പറഞ്ഞ് അമ്മ നിങ്ങൾ മാറ് ഞങ്ങൾ നോക്കട്ടെ എന്ന് പറഞ്ഞ് ഇങ്ങനെ 2 സ്റ്റെപ്പ് മുന്നോട്ടാക്കിയതും രണ്ടുപേരുടെ കണ്ണങ്ങ് ബ്ലൈൻഡായി. അവരെങ്ങനെ വാളിൽ തപ്പി തപ്പി നടക്കുന്നതായിട്ട്. അപ്പൊ ഉടനെ ഈ CSI പോലീസ്, CSI വിശ്വാസിയായ പോലീസ് മറ്റേ ആളുടെ കൈ പിടിച്ച് പറഞ്ഞു നമ്മൾ ശരിക്കുള്ള സ്ഥലത്തിലല്ല വന്നത് എനിക്ക് മനസ്സിലായി. അയാളടുത്ത് പറഞ്ഞേക്കണം സ്റ്റേഷനിൽ വരണമെന്ന്. എന്നിട്ട് ആ സ്ത്രീയോട് വിചാരണകളൊക്കെ ചെയ്ത് ലേഡി പോലീസ് കൊണ്ട് അടിയൊക്കെ കൊടുത്ത് ചോദിച്ചപ്പോ പറഞ്ഞു, അയ്യോ ഞാൻ അറിയത്ത പോലെയില്ല, എനിക്ക് ഇങ്ങനെ പൈസ കൊടുത്ത ആരോ ഇങ്ങനെ കേസിലാക്കണമെന്ന് കുരുക്കണമെന്ന് പറഞ്ഞതാണെന്ന് പറഞ്ഞു. അങ്ങനെ അപ്പൊ ആ ഒരു വിഷയം എനിക്ക് അറിയുന്നോണ്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു എന്നെ നോക്കുന്ന വ്യക്തിക്ക് ബ്ലൈൻഡ് ആകും. അങ്ങനെ ദോഷമായിട്ട് ചിന്തിച്ചു നോക്കിയ. അതുകൊണ്ട് എനിക്ക് പേടിയില്ല, എന്റെ യേശു എനിക്ക് മതി, എല്ലാത്തിനും എനിക്ക് മതിയായത യേശു. അപ്പൊ എങ്ങനെങ്കിലും എന്നെ കൊണ്ട് ഫാസ്റ്റിംഗ് ചെയ്യിപ്പിക്കണം. ഈ സന്തോഷി മാതയുടെ ഫാസ്റ്റിംഗ് ചെയ്യിപ്പിക്കണം. അപ്പൊ ഫാസ്റ്റിംഗ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ നീ ഒരു ദിവസം ഫാസ്റ്റിംഗ് ചെയ്യും ഞങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി. അപ്പോൾ എനിക്ക് എങ്ങനെ ഇവരോട് സംസാരിക്കണം, എങ്ങനെ പറയണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അന്ന് രാത്രിയിൽ ഞാൻ എന്റെ ഹോസ്റ്റലിൽ എന്റെ റൂമിലിരുന്ന് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ച്, ദൈവം ഇവർ ഇത്രയും നിർബന്ധിക്കുന്നു, ഞാൻ എങ്ങനെ ഇവർക്ക് ഉത്തരം കൊടുക്കണം, നീ എനിക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഉത്തരം എനിക്ക് ഇവർക്ക് പറയാൻ വേണ്ടി എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ എനിക്ക് ക്ലിയർ ആയിട്ട് ഒരു കാര്യം മനസ്സിലായി. ഈ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെ കുറിച്ച് ഞങ്ങളുടെ മാഡം പഠിപ്പിക്കുന്ന ആ ദിവസങ്ങളില് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെ കുറിച്ച് പഠിപ്പിച്ചപ്പോൾ നീ പഠിക്കുന്നല്ലോ ഡൈജസ്റ്റീവ് സിസ്റ്റം, അതിൽ നിന്ന് നിനക്ക് ആലോചന ഞാൻ തരുന്നു എന്ന് ദൈവം എനിക്ക് ആലോചന തന്നു. ദൈവം ആലോചന തന്നപ്പോ എനിക്ക് പെട്ടെന്ന് എല്ലാം ക്ലിയർ ആയി. എന്തു സംസാരിക്കണമെന്ന് ദൈവം എനിക്ക് പഠിപ്പിച്ചു. എന്റെ കൂട്ടുകാരികൾ എന്നോട് പറഞ്ഞ് സന്തോഷി മാധവൻ നീ വ്രതം എടുക്കുന്നോ ഈ പ്രാവശ്യം ചോദിച്ചു. ഞാൻ ചില ക്വസ്റ്റ്യൻ ചോദിക്കും, നീ എനിക്ക് ഉത്തരം പറഞ്ഞാൽ 100% ഞാൻ എടുത്തേക്കാം, അത് ഉത്തരം എനിക്ക് സാറ്റിസ്ഫാക്ടറി ആയിരിക്കണം എന്ന് പറഞ്ഞു. ശരി എന്നാ ഉത്തരം പറയാം. അവര് ഭയങ്കര സന്തോഷിച്ച്. എന്റെ 3-4 ഫ്രണ്ട്സ് ഉണ്ട്, അവരെല്ലാം വിചാരിച്ചു ഇവളെ കൊണ്ട് ഇന്ന് ഈ പ്രാവശ്യം എടുപ്പിക്കണം എന്നുള്ള ഒരു തീരുമാനത്തിലായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് തന്നെ പെട്ടെന്ന് എന്ത് ചെയ്തു, ഞാൻ ചോദിച്ചു സന്തോഷി മാതയുടെ വ്രതത്തിന് നിങ്ങൾ എന്തൊക്കെയാ ചെയ്യുന്നത്? അപ്പൊ പുളിപ്പി തിന്നത്തില്ല, വൈകിട്ട് തിന്നത്തുള്ളൂ, ഫ്രൂട്ട്സ് ചിലതങ്ങ ഉണ്ട്, എല്ലാം അവരുടെ ടേം കണ്ടീഷൻ പറഞ്ഞു. ഞാൻ എന്നിട്ട് പറഞ്ഞു നമ്മളിപ്പോ ഡൈജസ്റ്റീവ് സിസ്റ്റം പഠിക്കുന്ന സമയത്ത് വയറ്റിനകത്ത് ഹൈഡ്രോക്ലോറിക് ആസിഡാ ഉള്ളത്, അത് പുളിപ്പുള്ളതാണ്. നിങ്ങൾ മൂക്കിലെ ട്യൂബ് ഇട്ട് അത് മൊത്തം എടുത്തു കളഞ്ഞാലും കൂടെ അത് സിക്രീഷൻ ആയിക്കൊണ്ടിരിക്കും. അപ്പൊ നിങ്ങളുടെ ദൈവത്തിന് എന്താ ഇത്ര അറിവില്ലേ? പുളിപ്പ് അകത്തോട്ട് പോകുന്ന മുമ്പേ ഓൾറെഡി അവിടെ പുളിപ്പ് കിടക്കുന്നല്ലോ. അപ്പൊ എന്റെ ഫ്രണ്ട്സ് പറഞ്ഞു നിനക്ക് ഇത് എങ്ങനെ അറിവ് കിട്ടിയെന്ന് ചോദിച്ചു. നമ്മൾ പഠിക്കുന്നല്ലോ, അതുകൊണ്ടാണെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ അവരോട് അങ്ങനെ സംസാരിച്ച് എതിർക്കാൻ സാധിച്ചു. അങ്ങനെ പ്രസാദ് കൊണ്ടുവന്ന് കൊടുക്കും ചിലവർ, പ്രസാദ് വേണം എന്ന് പറഞ്ഞു. ഞാൻ പ്രസാദ് എടുക്കത്തില്ല. അപ്പൊ ഡാനിയൽ സിസ്റ്ററും മേഴ്സി സിസ്റ്ററൊക്കെ പ്രസാദ് എടുക്കുന്നല്ലോ, നിനക്കെടുത്ത എന്തും ചോദിക്കുമ്പോൾ ഞാൻ ഉടനെ പറയും എന്റെ യേശു കർത്താവിനെ ഞാൻ നമസ്കരിക്കുന്നത്, പ്രതിമയ്ക്കും അതിന് കൊടുക്കുന്നതൊന്നും ഞങ്ങൾ എടുക്കത്തില്ല. എനിക്ക് യേശുവിനോട് സ്നേഹമുള്ളതുകൊണ്ട് എനിക്ക് യേശുവിനെ പിണക്കാൻ ഒക്കത്തില്ല. ഇങ്ങനെ ആൻസർ പറയും. അപ്പൊ ഉടനെ അവര് പറയും പ്ലീസ് ഞങ്ങളെ ഒന്ന് സന്തോഷിക്കാനെങ്കിൽ എടുക്കുമെന്ന് പറയും. അപ്പൊ ഞാൻ ഉടനെ പറഞ്ഞ് ശരി നിങ്ങളെ സന്തോഷിക്കാൻ ഞാൻ എടുത്തിട്ട് ഞാൻ കളഞ്ഞാ നിങ്ങൾക്ക് സന്തോഷമാണെന്ന് പറയും. അയ്യോ അത് കളയാൻ പാടില്ല, എന്നാ പ്ലീസ് ഡോണ്ട് എൻകറേജ് എന്ന് പറഞ്ഞാൽ അവരവിടെ തന്നെ സ്റ്റോപ്പ് ചെയ്യിപ്പിക്കായിരുന്നു. അങ്ങനെ പലവട്ടമായിട്ട് എന്റെ നഴ്സിംഗ് ടൈമില് മറ്റുള്ളവർക്ക് എനിക്ക് പറയാൻ വേണ്ടി ചാൻസ് എല്ലാം ദൈവം കൊടുത്ത് എന്നെ വളർത്തി. ആ ട്രെയിനിങ് പീരീഡിലെല്ലാം എനിക്ക് ഒരുപാട് എനിക്ക് കാര്യങ്ങൾ എനിക്ക് ഫ്രണ്ട്സിനോട് എനിക്ക് ഇടപെടാനും അവര് പറയും ഗണപതി പൂജ വരുന്നുണ്ട്, പൂജ ചെയ്യണമെന്ന് പറയുമ്പോഴത്തേക്ക് പറയുന്നോ നീ ഒന്ന് നമസ്കരിച്ചാൽ മതി. ഞാൻ പറഞ്ഞോ ഞാൻ നമസ്കരിക്കത്തില്ല, ഞാൻ എന്റെ ദൈവത്തെ മാത്രമേ നമസ്കരിക്കത്തുള്ളൂ. നിനക്ക് കോൺസെപ്റ്റ് എന്തുകൊണ്ടില്ല, നമുക്ക് ധ്യാനിക്കാൻ വേണ്ടിയാന്ന് പറയുമ്പോൾ ഞാൻ ഉടനെ പറയും എനിക്ക് എന്റെ ധ്യാനത്തിൽ എന്റെ കർത്താവിനെ ഞാൻ പൂർണ്ണമായിട്ട് ഞാൻ സമർപ്പിച്ചിരിക്കുന്നതുകൊണ്ട് എനിക്ക് കോൺസെൻട്രേഷൻ അവിടെ തന്നെയാണ്. അപ്പൊ ഉടനെ പറഞ്ഞ് ഞങ്ങൾക്ക് കോൺസെൻട്രേഷന് വേണ്ടിയാണ് പ്രതിമകളെ ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. അങ്ങനെ ഞാൻ പലവരോടും പല ടൈമിലും എന്റെ ആത്മീയ ജീവിതത്തിൽ ക്വസ്റ്റ്യനുകൾ ഒരുപാട് ചോദിക്കും.
അങ്ങനെ ക്വസ്റ്റ്യനിൽ കൂടെ ചോദിച്ച് ദൈവം എന്നെ പഠിപ്പിച്ചു എങ്ങനെ പറയണം. അങ്ങനെ ഞാൻ ചോദിച്ചു, ശരി ഈ ഗണപതിയുടെ ഇതിനെ ഞാൻ നമസ്കരിക്കാം, പക്ഷെ നീ എനിക്ക് ഒരു ആൻസർ കൊടുക്കണം എന്ന് പറയും. അപ്പൊ ഉടനെ പറയും, അവർക്ക് ഭയങ്കര ഹാപ്പിയാണ്, എങ്ങനെയെങ്കിലും എന്നെ കുരുക്കണം. അപ്പൊ ഞാൻ ചോദിച്ചു, ഈ ഗണപതിക്ക് വേണ്ടി ഇന്നുള്ള കാതുണ്ട്, എല്ലാം ഉണ്ട്, എക്സ്റ്റേണൽ ഫീച്ചേഴ്സ് എല്ലാം ഉണ്ട്, പക്ഷെ ഇതിന്റെ നെർവസ് സിസ്റ്റത്തിനകത്ത് കാതിന്റെ നെർവ് ഒന്നും അറ്റാച്ച്ഡ് ഇല്ല, കണ്ണിന്റെ അറ്റാച്ച്ഡ് ഇല്ല, കാണത്തില്ല, കേൾക്കത്തില്ല. അപ്പൊ ഞാൻ പിന്നെ ഇങ്ങനെ ചോദിക്കും, നിങ്ങളുടെ ഞങ്ങളുടെ അവിടെ OT അസിസ്റ്റന്റ് ബാബുജി എന്ന് പറഞ്ഞ പുള്ളിക്കാരനും അതിന്റെ ഒരുപാട് തർക്കിക്കും, പുള്ളി ബ്രാഹ്മണാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങളുടെ മകന് അബ്രോഡിൽ പോയി, നിങ്ങൾക്ക് എപ്പോഴും മകനെ കാണണമെന്ന് ആഗ്രഹമുള്ളപ്പോ നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഫോട്ടോ എടുത്തു നോക്കും, അയ്യോ എന്റെ കുഞ്ഞ് വളർന്നോ, എന്റെ കുഞ്ഞ് എങ്ങനെ ഇരിക്കുന്നു, ഇനി ക്ഷീണിച്ചോ, എല്ലാം നിങ്ങൾ ഫോട്ടോയിൽ നോക്കുന്നു. യഥാർത്ഥമായിട്ട് ലീവിന് ആ കൊച്ചിൻ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അവനെ നോക്കുമല്ലോ ഫോട്ടോ നോക്കുമോ എന്ന് ചോദിക്കും. അപ്പൊ ഇങ്ങനത്തെ ഈ കോൺസെപ്റ്റ് നിങ്ങൾക്കുള്ളതിന് അത് നിങ്ങൾ ഇറേസ് ചെയ്യണം. അല്ലാതെ നിങ്ങൾ അപ്പൊ പറയും ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ, ഉടനെ ഞാൻ പിന്നെ അവിടെയും ഞാൻ ബാൻ ചെയ്ത് പറയും, പൂർവ്വപിതാക്കന്മാർ ചെയ്ത തെറ്റുകൾ നമുക്ക് ആവർത്തിക്കാൻ പാടില്ല, നമ്മൾ അതിനെ മനസ്സിലാക്കണം. ഗാന്ധിജി ചപ്പലില് ലക്കടിക്ക ചപ്പൽ ഇട്ട്, നിങ്ങൾ ലക്കടിക്ക ചപ്പൽ ഇടുന്നുണ്ടോ? നേരത്തെ ഷർട്ട് ഇട്ടിട്ടില്ല, അങ്ങനെയാണോ നടക്കുന്നത്? അതൊന്നും നമ്മുടെ കൺസെപ്റ്റിലില്ല. നമുക്ക് ദൈവം കൊടുക്കുന്ന കൺസെപ്റ്റില്, നമുക്ക് ആലോചന ദൈവം തരുന്ന അതിൽ നമ്മൾ സമർപ്പിക്കണം. അപ്പോൾ മാത്രമേ നമുക്ക് ജ്ഞാനം ദൈവം തരും. അങ്ങനെ ആ കാര്യം അങ്ങനെ യൂത്ത് ടൈമിൽ അങ്ങനെ പോയി. എന്റെ യൂത്ത് ടൈമിൽ തന്നെ എന്റെ വിവാഹം കഴിഞ്ഞപ്പോഴും എന്റെ മാച്ചാച്ചന്റെ അമ്മയും എന്നോട് പറഞ്ഞു, മക്കളെ പൊട്ടിടല് കേട്ടോ എന്ന് പറഞ്ഞ്. അതെനിക്ക് വലിയൊരു ഭാരമായിരുന്നു. എന്ന് വെച്ചാൽ എന്റെ പേഴ്സണകത്ത് എപ്പോഴും പൊട്ട് കിടക്കും. ഒന്ന് വീണ് പോയാൽ അത് ഉടനെ റീപ്ലേസ് ചെയ്യാൻ പൊട്ടുണ്ട്. ആഭരണം ഇട്ടില്ലെങ്കിലും സാരല്ല, പൊട്ടിടാൻ എനിക്ക് വലിയൊരു മോഹം ഉണ്ടായിരുന്നു. ആ പൊട്ടിന്റെ ഒരുപാട് വലിയ സൈസല്ല, മീഡിയം സൈസിലെ പൊട്ടിടുമായിരുന്നു. അപ്പം ഞാൻ അച്ചച്ചനോട് ചോദിച്ചു, അച്ചച്ച പൊട്ടിടണോ ഇല്ലയോ? അമ്മ ഇങ്ങനെ പറഞ്ഞു, അമ്മേന്റെ മമ്മിയും ഒക്കെ പറയുന്നുണ്ട്. എന്ത് പറയുന്നു? എന്റെ അച്ചച്ചനെ യൂത്ത് പ്രസിഡന്റ് ആയിട്ടൊക്കെയാണ് CSIയിലെ വർക്ക് ചെയ്യുന്നുണ്ട്. വെട്ടുകാട്ട് പള്ളിയിലൊക്കെ പോകുന്ന വ്യക്തിയായിരുന്നു അപ്പോഴും ആ സമയങ്ങളില്. ഒരുപാട് വിശ്വാസം അങ്ങനെയാ. അപ്പൊ ഞാൻ ചോദിച്ചപ്പോഴത്തേക്ക് എന്നോട് അച്ചാച്ചൻ പറഞ്ഞു, എനിക്ക് വിരോധമില്ല, ഹാർട്ട് നമ്മുടെ പ്യൂർ ആയിരിക്കണം. ഓക്കെ. അപ്പൊ എന്റെ അച്ചാച്ചന്റെ സൈഡിൽ നിന്ന് എനിക്ക് പെർമിഷൻ കിട്ടിയതുപോലെ ഞാൻ എന്ത് ചെയ്യുമായിരുന്നു, ഞാൻ ഗേറ്റിൽ നിന്ന് പുറത്തു പോകുമ്പോഴത്തേ പൊട്ടിടും, ഗേറ്റിൽ നിന്ന് അകത്ത് വരുന്ന സമയത്ത് പൊട്ട് മാറ്റിയേക്കും. അങ്ങനെ ഞാൻ കവളിപ്പിച്ചുകൊണ്ട്, എന്നെ തന്നെ കവളിപ്പിച്ചുകൊണ്ട് ഞാൻ നടക്കുകയായിരുന്നു. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ദൈവം എനിക്ക് ഒരു ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവം ഒരുപാട് കാര്യങ്ങൾ പ്രതീക്ഷിക്കാറുണ്ട്. അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് 6-ാം മാസം, എന്റെ മോൾ 6 മാസമായ കുഞ്ഞായിരുന്നപ്പോൾ ഡൽഹിയിൽ ഞങ്ങൾ ട്രാവൽ ചെയ്ത് ഞങ്ങൾ നാട്ടിലേക്ക് വന്ന് ചോറ് ഊട്ടിക്കണായിരുന്നു അമ്മച്ചിയുടെ കയ്യിൽ നിന്ന്. അതുകൊണ്ട് കൊണ്ടുവന്നപ്പോ അടുത്ത ദിവസം ആ കൊച്ചിന് ഫിറ്റൊക്കെ വന്ന് മെനിഞ്ചോക്കോക്കൽ മെനഞ്ചൈറ്റിസ് എന്ന് പറഞ്ഞുള്ള രോഗം. മെനഞ്ചൈറ്റിസ് 3-4 തരത്തിലുണ്ട്. ഈ മെനിഞ്ചോക്കോക്കൽ മെനഞ്ചൈറ്റിസ് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ളത് 99% മരണവും 1% ജീവിച്ചിരുന്ന ഒന്നില് മെഡിക്കലി മെന്റൽ റിട്ടാർഡേഷൻ ആകും, അല്ലെങ്കിൽ ഫിസിക്കൽ ഹാൻഡിക്യാപ്പ് ആകാൻ ചാൻസ് ഉണ്ട്. സർവശക്തനായ ദൈവത്തെ ഞാൻ മഹത്വപ്പെടുത്തുന്ന എന്റെ കുഞ്ഞിനെ ഒരു പ്രോബ്ലം ഇല്ലാതെ ഇന്ന് ഒരു കുടുംബമായിട്ട് 2 മക്കളുടെ കൂടെ, ഞാൻ അതാണ് ഫോട്ടോ അയച്ചത്, എന്റെ മക്കളുടെ കൂടെ സന്തോഷത്തോടെ വാഴുന്നുണ്ട്. അത് എങ്ങനെ അത് മെനഞ്ചൈറ്റിസ് ആയപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര വിഷമം. എന്ന് വെച്ചാൽ ഡോക്ടർ പറഞ്ഞ് 72 മണിക്കൂറേ ഉള്ളൂ, കുഞ്ഞ് മരിക്കും. അതിന്റെ എല്ലാ റാഷസ്, ഈ പഠിച്ച സമയത്തിലുള്ള ഈ റാഷസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, കണ്ടിട്ടില്ല. അവളുടെ മേലെയാണ് ഞാൻ ഈ പെറ്റിക്കൽ റാഷസ് കാണുന്നത്. അങ്ങനെ മെഡിക്കൽ സ്റ്റുഡൻസ് എല്ലാവരും MD ചെയ്യുന്നവരെല്ലാം ഈ കുഞ്ഞിനെ കാണാൻ വേണ്ടി, ഈ പെറ്റിക്കൽ റാഷസ് കാണാൻ വേണ്ടി, അങ്ങനെ സ്കിന്നിന്റെ അടിയിൽ തന്നെ ബ്ലഡ് വെസൽസ് വന്നിട്ട് വീർത്തിട്ട് കുഞ്ഞ് വെയിറ്റ് ഒരുപാട് ഗെയിനായി, ബ്ലഡ് അങ്ങനെ ലീക്ക് ആക്കിക്കൊണ്ടിരിക്കുന്നു ബ്ലഡ്. അപ്പൊ 72 മണിക്കൂർ പറഞ്ഞപ്പോൾ എനിക്ക് വളരെ വേദനയും വിഷമം വന്നു. ഇവളെ കാണാൻ വേണ്ടി എല്ലാവരും വരുന്നുണ്ട്, പഠിക്കാൻ വേണ്ടി വരുന്നുണ്ട്. അവരെല്ലാം പ്രിക്കോഷണറി മെഡിസിൻസ് എല്ലാം എടുക്കുന്നു, ഞങ്ങൾ എടുക്കുന്നു, ഡോക്ടേഴ്സ് എടുക്കുന്നു. ഹൈ ഡിപ്പാർട്ട്മെന്റിലുള്ളവർ പോലും ഈ മെഡിസിൻ എടുത്തിട്ടല്ലാതെ കുഞ്ഞിന്റെ അടുത്ത് വരുന്നില്ല. അപ്പൊ അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് ഞാൻ അങ്ങ് വളരെ ക്ഷീണിച്ചു പോയി. പെട്ടെന്ന് എന്റെ മനസ്സങ്ങ് തളർന്ന് ഞാൻ കരയാൻ തുടങ്ങി. എന്റെ അച്ഛൻ എന്നോട് പറഞ്ഞു, നീ ധൈര്യശാലിയാണ്, നീ പ്രാർത്ഥിക്കുന്നവളല്ലേ, നീ ധൈര്യത്തോടെ പ്രാർത്ഥിച്ചാൽ മതി, നമ്മളുടെ കൊച്ചിന് ഒന്നും ആകത്തില്ല. എന്നെ ആശ്വസിപ്പിച്ചെങ്കിലും എനിക്ക് വല്ലാത്ത വിഷമവും വേദന കൊണ്ട് ഞാൻ ദൈവത്തോട് നിരക്കങ്ങളായിട്ട് പ്രാർത്ഥിക്കുന്നു ചെയ്യുന്നു. അത് അവിടെ ഒന്നും സക്സസ്ഫുൾ ഇല്ല.
അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് ആ 72 മണിക്കൂർ എങ്ങനെയാണോ അറിഞ്ഞൂടാ, ഒരുപാട് എനർജീസ് ഇടയ്ക്ക് വന്ന് അവളെ രക്ഷപ്പെട്ട് ആ 72 മണിക്കൂർ അങ്ങ് ക്രോസ് ആയി. പക്ഷെ അവളുടെ ഫീവർ ഡൗൺ ആകുന്നില്ല. ഒരുപാട് മെഡിസിൻസ് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഡോക്ടർ പറയുന്നുണ്ട് ഇവളുടെ ഫീവർ ഒന്നും നോർമൽ ആകാതെ നമുക്ക് ഒന്നും പറയാൻ ഒക്കത്തില്ല, ഇവളുടെ സ്റ്റാറ്റസ് അതുപോലെ തന്നെ, പ്രോഗ്നോസിസ് പുവർ ആണ് എന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പൊ അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് 1 മാസത്തോളം ഇങ്ങനെ ആയി. അപ്പോഴെല്ലാം ഞങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ല എന്ത് ചെയ്യണമെന്ന്. എന്നപ്പോ അങ്ങനെ ടയേർഡായിട്ടിരിക്കുന്ന സമയത്ത് എന്റെ അച്ഛൻ എന്നോട് പറഞ്ഞു, ഇന്ത്യൻ കോഫി ഹൗസിൽ നമുക്കൊരു ബ്രേക്ക് ആയിട്ട് കുറച്ച് റിലാക്സ് ആകാൻ ഒരു കോഫി കുടിക്കാൻ പോകാന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങള് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിന് മുമ്പ് ഇന്ത്യൻ കോഫി ഹൗസിൽ ഞങ്ങൾ പോയി. അങ്ങനെ ചായ കുടിക്കാൻ വേണ്ടി ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അപ്പോഴ് ലഞ്ച് പീരീഡ് എല്ലാം കഴിഞ്ഞിട്ട് ശാന്തമായിരിക്കുന്ന ആ ഹോള് മൊത്തം അവർ പറഞ്ഞ് 10-15 മിനിറ്റ് എടുക്കും, ചായ കോഫി ഇപ്പൊ റെഡി ആകുന്നത്. അപ്പൊ അച്ഛൻ പേപ്പർ റീഡ് ചെയ്യുന്നുണ്ട്, ഞാൻ ഇങ്ങനെ എന്റെ നെറ്റിയിലെ കൈ വെച്ചുകൊണ്ട് ഞാൻ ഇങ്ങനെ കരയുന്നു, പ്രാർത്ഥിക്കുന്നു. എന്നോട് ദൈവത്തോട് ഞാൻ ചോദിച്ചു, കർത്താവേ, എന്റെ കുറവ്, എന്റെ അച്ഛന്റെ കുറവ് അത് നീ ഞങ്ങൾ കാണിച്ചു തന്ന് ഞങ്ങളെ വിടുവിക്കണമേ, എന്റെ കുഞ്ഞിന് ഒന്നും ആകല്ലേ, അവളെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് ഞാൻ ഇത്രയും മാത്രം പറഞ്ഞു. വലിയ ഒരു സൗണ്ട് എന്റെ അടുത്ത് വന്നു, എനിക്കിഷ്ടമില്ലാത്ത കാര്യം നീ ചെയ്യല്. വലിയ ഒരു താക്കീതിന്റെ ഒരു ശബ്ദം കേട്ട പെട്ടെന്ന് ഞാൻ നെട്ടി ചുറ്റോട്ട് നോക്കിയപ്പോ ആരുമില്ല. ഞാൻ അച്ഛനോട് ചോദിച്ചു, അച്ഛാ എന്നോട് സംസാരിച്ചോ എന്ന് ചോദിച്ചു. ഇല്ല, ഒന്നുമില്ല. ആരെങ്കിലും സംസാരിക്കില്ല. അപ്പൊ പെട്ടെന്ന് എനിക്ക് മനസ്സിലായി എന്റെ കൈ ഇങ്ങനെ നെറ്റിയിലുള്ളത്, എനിക്ക് മനസ്സിലായി എന്റെ കുറവ്. ഞാൻ ഉടനെ എന്റെ കർത്താവെ, ഞാൻ തെറ്റ് ചെയ്തു, എനിക്ക് നീ ഒരു സിഗ്നൽ കൊടുക്കുന്നു. എന്ന് എന്റെ കുഞ്ഞിന് 99 ഫീവർ കാണുന്നോ ആ നിമിഷം ഞാനത് മാറ്റിക്കൊള്ളാൻ കർത്താവെ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. ഞങ്ങൾ അവിടെ നിന്ന് കോഫി കുടിച്ച് നീ വന്നപ്പോ ഒരു സിസ്റ്റർ ഫീവർ നോക്കുമായിരുന്നു, ചെക്ക് ചെയ്തിട്ട് പറഞ്ഞ് താങ്ക് ഗോഡ് ഇന്ന് കുഞ്ഞിന് 99. എത്ര പെട്ടെന്ന് ദൈവം ചെയ്തു. എനിക്കത് മനസ്സിലാക്കാൻ ഭയങ്കര ഒരു ഷോക്ക് പോലായി. അതേസമയം തന്നെ ആ പേഴ്സിൽ നിന്ന് എല്ലാം എടുത്ത് ഞാൻ വലിച്ച് ദൂരെ കളഞ്ഞു. ദൂരെ കളഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, കർത്താവേ, ഇനി ഒരിക്കലും ഞാൻ എനിക്കിഷ്ടമില്ലാത്ത ഞാൻ ചെയ്യത്തില്ല, എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ അവളുടെ കാര്യങ്ങൾ ഞങ്ങൾക്ക് റിഗെയിൻ ചെയ്യാൻ സാധിച്ചു. പിന്നെ ഇത് സമയത്തിന് ഒമാനിൽ എനിക്ക് പോകാൻ വേണ്ടി വിസയ്ക്ക് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്ത് RCCയിൽ 6 മാസം ജോലി ചെയ്യുകയായിരുന്നു. അച്ഛന് ജോലിയില്ല. അച്ഛന് ഒരു മാത്സിനകത്ത് ഫിസിക്സ്, കെമിസ്ട്രി, ഇലക്ട്രോണിക്സ് ഒക്കെ പഠിപ്പിക്കുകയായിരുന്നു. ഒരു ട്യൂട്ടോറിയൽ കോളേജ് ആയിരുന്നു. തുച്ഛമായുള്ള ശമ്പളം. എനിക്കും RCCയിൽ നിന്ന് കിട്ടുന്ന ശമ്പളം. പിള്ളേർ രണ്ടുപേരും ക്രൈസ്റ്റ് നഗർ വെള്ളായമ്പലത്തിൽ പഠിക്കുന്നു. അവർക്ക് ഒരുപാട് ചെലവുകൾ നടക്കുന്നുണ്ട്. ജോയിന്റ് ഫാമിലിയിൽ ഞങ്ങൾ താമസിക്കായിരുന്നപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഞങ്ങളുടെ വീട്ടിൽ ഒരുപാട് സുവിശേഷം അറിയിക്കാൻ യങ് ആയിട്ടുള്ള ആളുകളൊക്കെ വരുമായിരുന്നു. പഠിപ്പിക്കുന്ന സമയത്ത് അച്ചാച്ചന് നല്ല സയൻസ് ആണ്, ഒരുപാട് ബ്രെയിനകത്ത് സയൻസ് പ്ലസ് ബൈബിൾ സ്റ്റഡി രണ്ടും കൂടെ അങ്ങ് ചേർത്ത് കലർന്ന് ഹൈ നോളജോട് തന്നെ അച്ഛൻ ആരുടെ അടുത്ത് സംസാരിച്ചാലും ആരെങ്കിലും വന്ന് ഗോസ്പൽ പറഞ്ഞാൽ അവരോട് ആദ്യം സയന്റിഫിക് ക്വസ്റ്റ്യൻ ചോദിക്കുക. അവർക്ക് അത് പറയാൻ പറ്റത്തില്ല, അത്രത്തോടെ പഠിച്ച അല്ലെങ്കിൽ കാര്യങ്ങൾ ഉണ്ടെങ്കിലേ ഉള്ളൂ. പക്ഷെ ഉടനെ അച്ചാച്ചന് ഈ പെന്തക്കോസ് അനുഭവത്തിനോടുള്ള വെറുപ്പുണ്ടായിരുന്നു. ഇവരിങ്ങനെ കയറി ഇറങ്ങി നടക്കുന്ന എന്തിനാ, ദൈവം എല്ലാവരോടും സംസാരിക്കും, ഇങ്ങനെ ചെയ്യാൻ പാടില്ല, അങ്ങനെ കുറെ കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ അച്ചാച്ചൻ ഉടനെ അവര് പോയി കഴിഞ്ഞപ്പോ ഒരു ദിവസം എന്നോട് പറഞ്ഞ്, ഇവരൊക്കെ ചുമ്മാ വയറ്റ് പഴപ്പിന് വേണ്ടി നടക്കുന്നു. അതെനിക്ക് ഭയങ്കരമായിട്ട് അത് എന്റെ ഹൃദയത്തിന് അങ്ങ് കുത്തിയതുപോലെ ഉണ്ട്. എന്ന് വെച്ചാൽ അവരെ അല്ല പറഞ്ഞത്, എന്റെ യേശുവിനെയാണ് പറഞ്ഞത് എന്നുള്ള ആ ഒരു കോൺസെപ്റ്റിന്റെ എനിക്ക് കണ്ണുനീരെല്ലാം വന്ന് ഞാൻ പെട്ടെന്ന് റൂമിൽ പോയി പ്രാർത്ഥിച്ചത് ആരും പ്രാർത്ഥിക്കാത്ത ഭാര്യമാര് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞു, എന്റെ കർത്താവെ, എന്ന് നിന്നെ അറിഞ്ഞ് നിന്നിലേക്ക് തിരിയുന്നോ അന്ന് ജോലി കൊടുത്താൽ മതി എന്റെ അച്ഛന്, അതുവരെ നീ കൊടുക്കല്ലേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചു. അച്ഛൻ അറിഞ്ഞില്ല, ആരും അറിഞ്ഞില്ല. ഇതെന്റെ പേഴ്സണൽ പ്രെയർ ആയിരുന്നു. അങ്ങനെ എനിക്ക് ഒമാനിൽ പോകാൻ വേണ്ടി ദൈവം ചാൻസ് കൊടുത്തു. ഇവിടെ മക്കളുടെ കൂടെ അച്ഛൻ ഉണ്ടായിരുന്നു. എന്റെ മമ്മിമാരുടെ അടുത്ത് ഷോർട്ട് ബ്രേക്സിന് വേണ്ടി സാറ്റർഡേ സൺഡേ വരുമായിരുന്നു. അങ്ങനെ സമയങ്ങൾ പോയിക്കൊണ്ടിരുന്ന സമയത്ത് തന്നെ അച്ഛന് ഒരുപാട് സ്ഥലത്ത് ഇന്റർവ്യൂ സെലക്ഷൻ ആയി, പക്ഷെ ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ഫോൺ ചെയ്ത് എന്നോട് പറയും, എനിക്ക് ഇന്റർവ്യൂല് എനിക്ക് സെലക്ഷൻ ആയി, പക്ഷെ പോകുന്ന മുമ്പേ വേറെ ആൾ അതിനകത്ത് പ്ലേസ്മെന്റ് ആയി പോയി. അപ്പൊ ഞാൻ ഉടനെ ഞാൻ അറിയാതെ തന്നെ പ്രൈസ് ദി ലോർഡ് എന്ന് പറയും. അപ്പൊ എന്തുവാ ചോദിച്ചാൽ ഇല്ല, ദൈവം അച്ഛന് വേണ്ടി കൊടുക്കും എന്ന് പറഞ്ഞ്
എൻകറേജ് ചെയ്യുമായിരുന്നു. ഇത് തളർന്നു പോകാൻ പാടില്ലല്ലോ. അങ്ങനെ അങ്ങനെ ഇരുന്നപ്പോൾ തന്നെ ഒമാനിൽ വെച്ച് തന്നെ ഞങ്ങളുടെ നഴ്സിംഗ് സ്കൂളിനകത്ത് ജനറൽ നഴ്സിംഗിനകത്ത് അപ്പോഴൊക്കെ ഫിസിക്സ് കെമിസ്ട്രിയുടെ സബ്ജക്ട് ഉണ്ടായിരുന്നു. അപ്പൊ പാർട്ട് ടൈം ആയിട്ട് മറ്റുള്ളവർ വന്ന് പഠിപ്പിക്കുമായിരുന്നു. അപ്പം അത് പോലീസ് വെരിഫിക്കേഷൻ ചെയ്യുന്ന സമയത്ത് അവരെവിടെയെങ്കിലും ജോലി ചെയ്ത് ഇവിടെ പാർട്ട് ടൈം ചെയ്തെങ്കിൽ അവരെ അവിടെ നിന്ന് ഡിസ്കാർഡ് ചെയ്ത് കളയും, ടെർമിനേറ്റ് ചെയ്ത് കളയും, കൺട്രിയിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്യും. അതുകൊണ്ട് ഇത് അറിഞ്ഞപ്പോഴത്തേക്ക് പഠിപ്പിക്കുന്നവരെല്ലാം ഓടിക്കളഞ്ഞ് അവിടെ ഇല്ലാതെ കുഞ്ഞുങ്ങൾക്ക് എക്സാം വരാൻ ഒരു മാസം പോലും ഇല്ല. അപ്പോഴും ഫിസിക്സ് കെമിസ്ട്രി എല്ലാം ഇൻകംപ്ലീറ്റ് ആയിട്ട് കിടക്കുമായിരുന്നു. അപ്പൊ അച്ഛനോട് ഞാൻ പറഞ്ഞു ഒമാനിലെ വരാൻ പറഞ്ഞു. ഞാൻ ജോലിക്കായിട്ട് വരത്തില്ല, ഇങ്ങനെ ജോലിയാണെങ്കിൽ മാത്രമേ വരത്തുള്ളൂ, ഞാൻ അല്ലെങ്കിൽ വരത്തില്ല. ഇലക്ട്രോണിക്സ് ഒക്കെ പഠിച്ചു, അച്ഛന് ജോലിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു സാരമില്ല അച്ഛൻ ഇങ്ങനെ വന്നേക്ക്, എങ്ങനെയെങ്കിലൊക്കെ അങ്ങനെ ഇരുന്നാൻ പറ്റത്തില്ല, അടുത്തേക്ക് സംസാരിച്ചേ പറ്റത്തുള്ളൂ. എന്റെ ഒരേ ഒരു ഉദ്ദേശമായിരുന്നു അച്ഛൻ വരണം, ദൈവത്തെ അറിയണം, സ്നാനപ്പെടണം. എനിക്ക് അതുകൊണ്ട് ഞാൻ അവിടെ ഞാൻ ഫാസ്റ്റിംഗ് പ്രെയറിലൊക്കെ 1992 ഞാൻ വന്നത്. 94 അച്ഛൻ അവിടെ വന്നു. വന്നപ്പോഴത്തേക്ക് മൂത്ത സിസ്റ്ററിനോട് അടുത്താണ് മക്കളെ വിട്ടത്. അങ്ങനെ അവരും പഠിച്ചുകൊണ്ടിരുന്നു. അച്ഛൻ വന്ന സമയത്ത് ഞാൻ ഫാസ്റ്റിംഗിലായിരുന്നു. അപ്പൊ എന്നോട് ചോദിച്ചു നീ എങ്ങനെയാ ഫാസ്റ്റിംഗ് ചെയ്യുന്നത്? എനിക്ക് ഒരു നേരം പോലും കഴിക്കാതിരിക്കാൻ ഒക്കത്തില്ലല്ലോ. ഞാൻ പറഞ്ഞ് ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവം വൻകാര്യങ്ങൾ ചെയ്യും. പിന്നെ അതുമില്ല, ഫ്രൈഡേ ഞാൻ മീറ്റിങ്ങിന് വേണ്ടി പോയി കഴിഞ്ഞാൽ അച്ഛൻ ഞാൻ രാത്രി വരത്തുള്ളൂ. അച്ഛന് ബുക്സ് ഒരുപാട് വായിക്കാനുള്ള ഇഷ്ടമുള്ളത് കൊണ്ട് അച്ഛന് ഫ്രണ്ട്സിന്റെ ആവശ്യമില്ല, ഇഷ്ടംപോലെ ബുക്സ് വായിച്ചുകൊണ്ടിരിക്കും. മെഡിറ്റേറ്റ് ഒന്നും ചെയ്യത്തില്ല, ബുക്സ് തന്നെ വായിക്കും. സയന്റിഫിക് ബുക്സ്, പല ശാസ്ത്രങ്ങളുടെ പുസ്തകങ്ങളെല്ലാം വായിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ബോറടിക്കത്തില്ല അച്ഛൻ. അപ്പൊ ഞാൻ ഉടനെ പറഞ്ഞു ഞാൻ രാവിലെ പോകും, അവിടെ സൺഡേ സ്കൂൾ ഉണ്ട്, യൂത്ത് മീറ്റിംഗ് ഉണ്ട്, എല്ലാം കഴിഞ്ഞ് ഞാൻ വൈകിട്ട് 8 മണിക്കേ വരത്തുള്ളൂ. അച്ഛൻ ബോറടിക്കും, വാ എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ വരുന്നില്ല, നീ പൊക്കോന്നു. അപ്പൊ അങ്ങനെ അടുത്ത ദിവസം ഫാസ്റ്റിംഗ് ഞാൻ എടുത്തപ്പോഴ് അച്ഛന്റെ കാര്യത്തിന് വേണ്ടി ഞാൻ ഫാസ്റ്റിംഗ് എടുത്തപ്പോൾ പറഞ്ഞു ഞാനും കൂടെ ഫാസ്റ്റ് ചെയ്യാം. അപ്പം 3 ദിവസം ഞാനും കൂടെ ഫാസ്റ്റ് ചെയ്യാം. ഞാൻ ചെയ്തോളൂ. അച്ഛൻ ഡെയിലി ഫാസ്റ്റ് ചെയ്യാൻ പറ്റുന്നതിന് ഫുൾ ഡേ ചെയ്തിട്ട് വൈകിട്ട് അങ്ങ് ബ്രേക്ക് ചെയ്യുന്നത്. അങ്ങനെ പറഞ്ഞെങ്കിൽ ഇല്ല എടുത്താൽ പൂർണ്ണമായിട്ട് എടുക്കണം, അങ്ങനെ പകുതി എങ്ങനെ എടുക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ് പുള്ളി 2 ചായയൊക്കെ കുടിച്ച് ഞാനങ്ങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി. അപ്പൊ പോയപ്പോഴത്തേക്ക് ഞാൻ എന്റെ ഡീൻ പറഞ്ഞ് ഇവിടെ ഫിസിക്സ് കെമിസ്ട്രി പഠിപ്പിക്കാൻ ആരില്ല, നിന്റെ ഹസ്ബൻഡ് വരുമെന്ന് പറഞ്ഞു. എവിടെയാന്ന് ഞാൻ, എന്റെ ഹസ്ബൻഡ് വന്നിട്ടുണ്ട് 2-3 ദിവസമായി, ഗോ ആൻഡ് കോൾ ഹിം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പെട്ടെന്ന് അച്ഛൻ അന്ന് 2 ചായ കുടിച്ചിട്ട് മുട്ടുമടക്കി ഞാൻ പോയി. അപ്പം കഥ കടച്ചിട്ട് അച്ഛൻ മുട്ടുമടക്കി, കർത്താവ് എനിക്ക് ജോലിയില്ല, ഞാൻ ഇങ്ങനെ നീ എനിക്ക് ജോലി തരണം, മോളിയുടെ പുറത്ത് ഇത്ര ഭാരമാകില്ല, അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ച് വിഷമിച്ചിരുന്നപ്പോ കാണാൻ ഞാൻ നോക്ക് ചെയ്യുന്നു. പക്ഷെ ഇതാരാ ശല്യം ചെയ്തു പറഞ്ഞ അച്ഛൻ കയറി വന്നപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞ് ഡീൻ വിളിച്ചിരിക്കുന്നു, പെട്ടെന്ന് വാ, എനിക്ക് നിൽക്കാൻ സമയമില്ല, സ്റ്റുഡൻസ് ഫീൽഡിലുണ്ട്, ഞാൻ പോകുന്നു, അച്ഛൻ ഇങ്ങനെ വന്നേക്കണം പറഞ്ഞു. അച്ഛൻ അറിയാമായിരുന്നു എവിടെ. അപ്പൊ പെട്ടെന്ന് പറഞ്ഞ് ഇത്ര പെട്ടെന്ന് എന്നെ വിളിച്ച് സംസാരിച്ചു. ഒരു ട്രയൽ ക്ലാസ്സസിന് വേണ്ടി വിട്ടു, കെമിസ്ട്രിയുടെ ട്രയൽ ക്ലാസ് വിട്ട് കഴിഞ്ഞിട്ട് 1 hour കഴിഞ്ഞിട്ട് തിരിച്ച് ഓഫീസിൽ വരാൻ പറഞ്ഞു. അപ്പൊ ഓഫീസിൽ വന്ന് അച്ഛനെ ഇരുന്നിട്ട് പറഞ്ഞു അനിൽ യു സിറ്റ് ഹിയർ എന്ന് പറഞ്ഞിട്ട് പിള്ളേരുടെ അടുത്ത് ഫീഡ്ബാക്സ് എടുക്കാൻ പോയി. പിള്ളേരെല്ലാം കൂടെ പറഞ്ഞു ഈ സാറിനെ എന്തുകൊണ്ട് സ്റ്റാർട്ടിങ് തൊട്ട് വെച്ചില്ല, ഞങ്ങൾക്ക് ഈ സാറ് മതി എന്ന് പറഞ്ഞിട്ട് അവരുടെ ഗുഡ് ഒപ്പീനിയൻസ് ആയിരുന്നു. ഗുഡ് ഒപ്പീനിയൻ ആയപ്പോ പറഞ്ഞു അനിൽ യാർ ദ സ്റ്റുഡന്റ് വാണ്ട്സ് യു, നീ തന്നെ കംപ്ലീറ്റ് ചെയ്യണം. 9 മണിക്കൂർ 9 ദിവസമേ ഉള്ളൂ, ഈ 9 ദിവസത്തിനകത്ത് ഫുൾ സബ്ജക്ട്സ് കംപ്ലീറ്റ് ചെയ്യണം. അപ്പൊ അച്ഛൻ ഒന്നാമത് ഒമാനീസിന് ഇംഗ്ലീഷ് ശരിക്കറിയത്തില്ല, അവർക്ക് എല്ലാം കോൺസെപ്റ്റ്സ് ആയിട്ട് മാത്രം ചെയ്ത് വരച്ചും പിടിച്ചൊക്കെയാണ് അച്ഛൻ എല്ലാം ചെയ്ത് ആ 9 മണിക്കൂറിനകത്ത് ഫുൾ സബ്ജക്ട് അച്ഛൻ 2 സബ്ജക്ട്സും കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെ ദൈവം 27,000 rupees 9 മണിക്കൂറുടെ ജോലിയുടെ ശമ്പളം കൊടുത്തു. അങ്ങനെ അച്ഛനും അപ്പോഴാണ് മനസ്സിലാകുന്നത് ഇനി ഞാൻ ബൈബിൾ ഹോൾ ഡേ ആൻഡ് നൈറ്റ് ഫുള്ള് വായിച്ച് എനിക്ക് തീർക്കണമെന്ന് പറഞ്ഞു. സ്നാനപ്പെടാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ താല്പര്യമില്ല സ്നാനത്തിന് വേണ്ടി. അപ്പൊ പറഞ്ഞ് അങ്ങനെ അപ്പൊ അച്ഛന് വായിക്കുന്നുണ്ടല്ലോ, മത്തായി 3 എഴുതിയിട്ടുണ്ട് യേശു കർത്താവ് സ്നാനപ്പെട്ട്, അങ്ങനെ ആ കൽപ്പന അനുസരിക്കണം, നമ്മൾ അതിനെ അനുഗമിക്കണം, ഞാൻ തന്നെ വഴി സത്യം ജീവൻ ഇതെല്ലാം പറഞ്ഞാലും അച്ഛൻ അതിന് ഉള്ള കോൺസെപ്റ്റ് ഇല്ലായിരുന്നു. അപ്പൊ പള്ളിയിൽ ഒരു ദിവസം എന്റെ കൂടെ അങ്ങ് വന്നു, അങ്ങ് ജസ്റ്റ് വന്ന് എന്താ നടക്കുന്നതെന്ന് കാണാൻ വേണ്ടിയാ വന്നത്. പക്ഷെ അച്ഛനെ ദൈവം അവിടെ വളരെ സ്നേഹത്തോടെ ആകർഷിപ്പിച്ച് അവിടുത്തെ മെസ്സേജസും അവിടുത്തെ കർത്തദാസന്റെ
ഇടപാടിൽ എല്ലാം വളരെ സൗമ്യമായിട്ട് വാസ്തവത്തിൽ യേശു കർത്താവ് എന്ത് പറയുന്നു അതുപോലെ തന്നെ കണ്ട്. അപ്പം കണ്ടെങ്കിലും സ്നാനത്തിനെ കുറിച്ചൊന്നും ചിന്തിച്ചില്ല. അന്നത്തെ ദിവസം വീട്ടിൽ വന്ന് ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ച് മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു ദർശനം കാണിച്ചു ദൈവം കാണിച്ച് കടൽ സൈഡിൽ അച്ഛൻ ഇങ്ങനെ നടക്കുന്നു. കടലിനകത്ത് നിന്ന് ഇങ്ങനെ യേശുയുടെ രൂപം മേലെ വന്നപ്പോഴത്തേക്ക് അയ്യോ ഇത് യേശു ആണല്ലോ പറഞ്ഞ് കൈകൊപ്പുന്നു. നിനക്ക് എന്ത് വേണമെന്ന് ചോദിക്കുന്നു. എനിക്ക് ജോലിയില്ല കർത്താവേ. അപ്പൊ യേശു മേലിലേക്ക് ഇങ്ങനെ നോക്കി കൈ ഇങ്ങനെ കൊപ്പിയിട്ട് അച്ഛന് 3 കാണിച്ചു. ഈ 3 സിഗ്നൽ എന്താന്ന് അച്ഛന് മനസ്സിലായില്ല. ഞങ്ങൾക്ക് ആരും 3 ദിവസം 3 ആഴ്ച 3 മാസം ഒന്നും അറിഞ്ഞൂടാ. പക്ഷെ കറക്റ്റ് 3 വർഷം കഴിഞ്ഞപ്പോ അച്ഛന് ഇലക്ട്രിസിറ്റി ബോർഡിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ ആയിട്ട് ജോലി കിട്ടി. അപ്പോ ഇത് ആ സമയം വരുമ്പോ അച്ഛന് ഒരുപാട് പഠിപ്പിക്കുന്ന വിഷയങ്ങളായിരുന്നു. ഇതിലേക്ക് കടന്നു വരുന്ന മുമ്പേ ഞാനൊരു കാര്യം പറയട്ടെ. അച്ഛൻ ഒരു കാര്യം പറഞ്ഞു, ഇതുപോലെ സയൻസ് ഫുള്ള് ഇങ്ങനെ ബ്രെയിനിൽ ഇരിക്കുന്നോണ്ട് പറഞ്ഞ് നമ്മള് ലോസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് എവറി ആക്ഷൻ ഹാസ് ഇറ്റ്സ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻസ്. അപ്പൊ ഒരു സൃഷ്ടിക്ക് ഒരു സൃഷ്ടാവുണ്ട്. അപ്പൊ സൃഷ്ടാവായ ദൈവത്തെ ആര് സൃഷ്ടിച്ചു? ഈ ക്വസ്റ്റ്യനും പറഞ്ഞുകൊണ്ടാണ് നടക്കാറുണ്ട് കുറെ കാലങ്ങൾ. അതും പറഞ്ഞ് നടക്കുന്നുണ്ടിരുന്നപ്പോ പിന്നെ ഒരു കർത്താവിന്റെ ദാസൻ പറഞ്ഞ് അഗോചരമായിരിക്കുന്ന കാര്യങ്ങൾ നീ പോയി ഇടപെടല്, അത് ദൈവത്തിനുള്ള അത് പറഞ്ഞ് ഒരു സങ്കീർത്തനം ഇപ്പൊ ഓർക്കുന്നില്ല, സങ്കീർത്തനം അത് പറഞ്ഞ് അത് വായിച്ചു വിട്ടപ്പോഴത്തേക്ക് പറഞ്ഞു ശരിയാ, ഞാനിത് ചോദിച്ചുകൊണ്ട് എന്റെ ലൈഫ് തീർന്നു പോകും, പക്ഷെ എനിക്കിതിന് ആൻസർ കിട്ടത്തില്ല. അപ്പോഴാണ് ബൈബിൾ പഠിക്കാൻ പറഞ്ഞിട്ട് ബൈബിൾ വായിച്ചു. പിന്നെ സ്നാനപ്പെട്ട് അവിടെ എല്ലാം അങ്ങനെ അങ്ങനെ ആ കാര്യങ്ങളില് ഇത് ഇപ്പൊ അവിടെ അങ്ങനെയാണെങ്കിലും ഞങ്ങളുടെ ഡീന്, ഞാൻ ഒമാനിൽ വെച്ച ഡീൻ എന്ന് പറയുന്ന ആള് ഒരുപാട് ടോർച്ചർ ചെയ്യും ഇന്ത്യൻ ടീച്ചേഴ്സിന്. അങ്ങനെ ടീച്ചേഴ്സിനെ കേഴ്സ്, ഞാൻ പറഞ്ഞില്ല കേഴ്സ് ചെയ്യും എപ്പോഴും. പിള്ളേരെല്ലാം ഇയാളുടെ തലയിൽ ഇടി വീഴണം, അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഞാൻ പറയുന്നു നോ നമ്മൾ അങ്ങനെ ഒരിക്കലും പറയില്ലെന്ന് പറയും. അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് എനിക്ക് 21 ദിവസത്തിന്റെ ലീവ് മാത്രം ഞാൻ പോയി ജോയിൻ ചെയ്തിട്ട് ജൂലൈ മാസത്തിലാണ് സ്റ്റുഡൻസിനെല്ലാം ലീവ് കിട്ടുന്നത്. അപ്പോഴാണ് ടീച്ചേഴ്സ് എല്ലാം പോകുന്നത്. അപ്പോൾ ഇംഗ്ലീഷ് ടീച്ചറും ഒരു ടീച്ചറും കൂടെ നേരത്തെ പോകണം. എന്ന് വെച്ചാൽ പിള്ളേർക്ക് എഴുതാനുള്ള പ്രാക്ടീസസ് ഒന്നുമില്ല. അവർക്കെല്ലാം ബുക്സ് നമ്മൾ ഈ സ്പൈറൽ ബൈൻഡിങ്ങിനകത്ത് ചെയ്താണ് കൊടുക്കേണ്ടത്. അപ്പൊ അതിനു വേണ്ടിയാണ് ഒരു ടീച്ചർ മുന്നേ പോകണം, എന്നോട് പറഞ്ഞ് പോകണം. പിന്നെ ഞാനൊന്നും പറഞ്ഞില്ല, 21 ദിവസമേ ഉള്ളൂ പോക്കോളാം. അങ്ങനെ എഴുന്നപ്പോഴത്തേക്ക് തക്ക സമയം വന്നപ്പോ അടുത്ത ദിവസം എനിക്ക് പാസ്പോർട്ടും ടിക്കറ്റും എടുക്കണം. അപ്പം ഡീൻ പറഞ്ഞു നോ യു കനോട്ട് ഗോ, യു കനോട്ട് ലീവ് ദ സ്റ്റുഡന്റിനെ വിട്ടിട്ട് നിങ്ങൾക്ക് പോകാനൊക്കത്തില്ല. ദാറ്റ് ഐ ഡോണ്ട് കെയർ എന്ന് പറഞ്ഞു. എനിക്കങ്ങ് കരച്ചിൽ വന്നു. ഞാൻ അങ്ങ് പോയി സ്റ്റാഫ് റൂമിൽ പോയി ഇങ്ങനെ കരഞ്ഞ് കർത്താവേ എനിക്കിത് കിട്ടിയില്ലെങ്കിൽ എനിക്ക് പോകാനും ഇനി അടുത്ത വർഷമേ എനിക്ക് മക്കളെ കാണാനൊക്കത്തുള്ളൂ എന്ന് കരഞ്ഞു. അപ്പൊ ഞങ്ങളെ ഡ്രൈവർ, അവിടുത്തെ സ്കൂളിലുള്ള ഡ്രൈവർ അവിടെ കൂടെ പാസ് ചെയ്ത് വന്ന് മുഹമ്മദ്, അയാളുടെ പേര് അബ്ദുള്ള, അയാൾ പറഞ്ഞു എന്താ കരയുന്നത്, ഹിന്ദി അറിയായിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞിങ്ങനെ ഡീൻ വിടുന്നില്ല. ഡീനിനെ പോയി 2 വഴക്ക് പറഞ്ഞു. എന്ന് വെച്ചാൽ അവിടുത്തെ മനുഷ്യർ, ലോക്കൽ മനുഷ്യര്, ഈ ഈജിപ്തിലുള്ള ഡീൻ ആണെങ്കിലും അയാൾ ഒരു എക്സ്പാട്രിയേറ്റ് ആണ്, നമ്മളെ പോലെ ജോലി ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഈ കൊച്ചു കൊച്ചു ജോലിക്കാർ വന്നിട്ട് ഹെൽമി ഇങ്ങനെയൊക്കെയാ പേര് വിളിക്കുന്നത്. അവിടെ അങ്ങനെ റെസ്പെക്ട് ഒന്നും ആരും ഒന്നും പിള്ളേർ ഇങ്ങനെ കൊടുക്കത്തില്ല. പിള്ളേരും ഇല്ല, സർവൻസും ആരും ഒന്ന് പേര് പറഞ്ഞു ഹെൽമി എന്താ വിടാത്തത്, കൊച്ചിന് നാളെ പോണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പൊ പെട്ടെന്ന് വലിയ ഇഷ്യൂ ആകാതിരിക്കാൻ പറഞ്ഞു ഓക്കെ നീ കൊണ്ട് വിട്ടിട്ടിങ്ങി വാ പറഞ്ഞു. അങ്ങനെ പുള്ളിക്കാൻ പോയപ്പോ ഞാനങ്ങ് മനസ്സുകൊണ്ട് വേദനിച്ച് അങ്ങ് ശരിക്കും ഞാന് മറ്റുള്ളവരെ പോലെ ആയിപ്പോയി. ഞാൻ പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞു ഈ മനുഷ്യൻ ഞാൻ ഇനി കാണരുത് ദൈവമേ, ഇയാൾക്കൊരു ആക്സിഡന്റ് വേണം. ഇത്ര വലിയ ഒരു തെറ്റ് അബദ്ധം എന്റെ വായിൽ നിന്ന് വന്നു. എന്നിട്ട് ഞാൻ അവിടെ പോയപ്പോഴത്തേക്ക് എല്ലാം ലോക്ക് ചെയ്ത് ക്ലർക്ക് താഴെ ഇറങ്ങി വന്നപ്പോ എവിടെ ആയിരുന്നു എന്ന് ചോദിച്ചു. പിന്നെ ഏതായാലും അബ്ദുള്ള പറഞ്ഞ എല്ലാം പിന്നെ എനിക്ക് കിട്ടി. ഞാൻ ഇതും കൊണ്ട് ഞാൻ വന്നു. ഏതായാലും വന്ന് എനിക്ക് എല്ലാ സ്ഥലത്തും ഒബ്സ്ട്രക്ഷനായി. ദൈവത്തിന് ഇഷ്ടമില്ലെങ്കിൽ നമുക്ക് പലപ്പോഴും നമുക്ക് ചില കാര്യങ്ങളൊക്കെ ഒരുപാട് കോൺസിക്വൻസസ് ഉണ്ട്, ഒരുപാട് തടസ്സങ്ങൾ വരാറുണ്ട്. അതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത്. 21 ദിവസത്തിന്റെ ലീവ് ഉണ്ട്. എയർപോർട്ടിൽ പോയപ്പോഴത്തേക്ക് ടെക്നിക്കൽ ഫോൾട്ട് ഉണ്ട് പ്ലെയിനിന്. അതുകൊണ്ട് ആ ദിവസം അവിടെ ഹോട്ടലിൽ നിൽക്കേണ്ടി വന്നു. അടുത്ത ദിവസം പോയ ഉടനെ തന്നെ ബോംബെ പോയി, കണക്ടിങ് ഫ്ലൈറ്റ് ആയിരുന്നു. ബോംബെ പോയപ്പോഴത്തേക്ക് ഫ്ലൈറ്റ് അങ്ങ് ടേക്ക് ഓഫ് ആയി. അന്ന് സെക്കൻഡ് ഡേയും പോയി. അങ്ങനെ എനിക്ക് 19 ദിവസം മാത്രം ഉണ്ടായിരുന്നു. ഈ എനിക്ക് എന്റെ കസിൻ സിസ്റ്ററുടെ ഹസ്ബൻഡ് അവിടെ വർക്ക് ചെയ്യുന്നോണ്ട് ഫ്രഷ് പിസ്സ
എന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു ഇത് ആസിറ്റീസ് ഫ്രഷ് ആയിരിക്കുന്നുണ്ട് വീട്ടിൽ കൊടുക്കണം എന്ന് പറഞ്ഞു. അവര് നന്ദൻകോട് അവര് പറമ്പുകോടത്ത് താമസിക്കുന്നു. അപ്പൊ ഞാൻ അച്ഛനും കൂടെ പറഞ്ഞു ഓക്കെ ഞങ്ങൾ പോയി കൊടുത്തിട്ട് വരാം. പിള്ളേര് പറഞ്ഞു വേണ്ട ഞങ്ങൾ പോയിട്ട് വരാം പറഞ്ഞു. ഇങ്ങനെ കൊടുക്കാൻ പോയി. കൊടുക്കാൻ വേണ്ടി ഇതിങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് വെള്ളയാമ്പലത്ത് തൊട്ട് കൗടിയാട് ഭയങ്കര റഷ്, ഭയങ്കര ട്രാഫിക് ജാമും സിഗ്നൽസ് ഒക്കെ ഉണ്ട്. ഒരു സൈഡിൽ കൂടെ നന്ദൻകോടിൽ പോകുന്ന ഒരു വഴിയുണ്ട്. അവിടെ ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് സിഗ്നലിന് വേണ്ടി. സിഗ്നൽ എടുക്കുന്ന മുമ്പേ തന്നെ ഞങ്ങൾക്ക് പോകാനുള്ള പെർമിഷൻ ഉള്ളത്. ഞങ്ങളിങ്ങനെ ക്രോസ് ചെയ്യുന്ന സമയത്ത് ഏതോ ഒരു പെട്ടെന്ന് സ്കൂട്ടർ, പ്രായം ചെന്ന മനുഷ്യനാ വന്ന് സ്കൂട്ടറിൽ ഇടിച്ച് ഞങ്ങൾ തെറിച്ചങ്ങ് പോയി. ഭയങ്കര ബിസി റോഡായിരുന്നു. ഞാൻ തെറിച്ച് റോഡിൽ പോയി വലത് കൈ ഇടിച്ച് അവിടെ കിടന്നു. അച്ചാച്ചൻ പോയി മണലിൽ പോയി തട്ടി വീണു. അച്ഛൻ മറന്നുപോയി ഞാൻ പുറകെ ഇരിക്കുന്നത്. അങ്ങനെ അയാളെ വിളിച്ച് വഴക്ക് പറഞ്ഞ് നീ സിഗ്നൽ കണ്ടില്ല സാറേ, എനിക്ക് അറിഞ്ഞൂടാ, സത്യമായിട്ട് എനിക്ക് അറിഞ്ഞൂടാ, എനിക്ക് ഇങ്ങോട്ട് പോകണ്ടായിരുന്നു, എനിക്ക് നേരെ തന്നെ പോകണം, എന്തിനാ ഇങ്ങനെ വണ്ടി പോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതെല്ലാം ദൈവമാണ് ചെയ്തത് എന്ന് എനിക്ക് മനസ്സിലായത് പിന്നത്തെ സമയത്ത്. അപ്പൊ കൈ ഇനി ഫ്രാക്ചറായ എനിക്ക് ജോലിയില്ല, അച്ഛന് ജോലിയില്ല. ഭയങ്കരമായിട്ട് കരഞ്ഞ് ഞാൻ ദൈവത്തോട് എന്ത് ചെയ്യാനാ, ഇങ്ങനെ സംഭവിച്ചു പോയല്ലോ. അപ്പൊ പെട്ടെന്ന് ഞാൻ ഒരു കാര്യം ചെയ്തു. എന്നിട്ട് അപ്പോൾ തന്നെ രാത്രിയിൽ പ്രാർത്ഥിച്ചു. സങ്കീർത്തനം 37:1 ദുഷ്പ്രവർത്തി മുഖാന്തരം മുഷിയരുത്, ആ വാക്കുകളൊക്കെ വന്നപ്പോ എനിക്ക് മനസ്സിലായി ഞാൻ ചെയ്ത തെറ്റിന് വേണ്ടി ഇങ്ങനെ കാര്യങ്ങൾ എനിക്ക് കിട്ടിയതാണെന്ന് മനസ്സിലായി. ദൈവത്തോട് അപ്പൊ പ്രാർത്ഥിച്ചു, കർത്താവ് ഇനി പോകുന്ന സമയത്ത് ആ വ്യക്തി ഒരു പുതിയ മനുഷ്യനായിട്ട് കൺട്രോൾഡ് പേഴ്സൺ ആയിരിക്കണം. അതുപോലെ തന്നെ സംഭവിച്ചു. ദൈവം അവിടെ നടത്തി. ആ ദൈവത്തെ ഞാൻ മഹത്വപ്പെടുത്തുന്നു, സ്തുതിക്കുന്നു. പിന്നെ ഉള്ള കാര്യത്തില് വീണ്ടും ഞാൻ 6 വർഷം ജോലി കഴിഞ്ഞിട്ട് ഞാൻ കേരളത്തിൽ വന്നു. കേരളത്തിൽ 6 വർഷം ഉണ്ടായിരുന്നപ്പോ തന്നെ അവിടെ ഞാൻ പ്രാർത്ഥിക്കാനൊക്കെ ഉള്ള കാര്യങ്ങൾ, എന്റെ അമ്മച്ചിയെ ഞാൻ പറഞ്ഞില്ലേ സ്നാനപ്പെടുത്താനുള്ള കാര്യങ്ങളെല്ലാം ദൈവം ചെയ്ത് സഹായിച്ചു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് തന്നെ എന്റെ മോൾക്ക് BSc നഴ്സിംഗില് ഒരു അപ്പോയിന്റ്മെന്റ്, ഇതൊരു മെയിൻ ആയിട്ടുള്ള ടെസ്റ്റ് മണിയാണ്. ഈ മോൾക്ക് BSc നഴ്സിംഗില് ലുധിയാനയില് ഒരു റിട്ടേൺ ടെസ്റ്റിന് വേണ്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു ജലന്ധറില്. അപ്പം എനിക്ക് ജലന്ധറിലെ ജോലിയും കിട്ടി 6 വർഷം കഴിഞ്ഞിട്ട് ടീച്ചിങ്ങില്. അങ്ങനെ ഞാൻ മോളും കുഞ്ഞുമായിട്ട് പോകുകയും തടസ്സങ്ങൾ ഒരുപാട് വന്നു, അതെല്ലാം ദൈവം മാറ്റി. അങ്ങനെ പോയി റിട്ടേൺ ടെസ്റ്റ് എഴുതി. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവൾക്ക് 23 വെയിറ്റിംഗ് ലിസ്റ്റ്. അപ്പൊ CMCയിലെ റെക്കോർഡ് ഇതാണ് 23. 1 and 2, 1 വെരി റെയർലി കിട്ടും, 2 ഒരിക്കലും കിട്ടത്തില്ല. അപ്പൊ 23 ഒരിക്കലും 100 വർഷത്തിന്റെ ആ ചരിത്രത്തിനകത്ത് ഇത് സംഭവമില്ല. അപ്പൊ അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞ് അവര് ഉടനെ സുപ്രീം കോടതിയിലെല്ലാം ഇത് പോയി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്താ വെച്ചാൽ പഞ്ചാബീസ് ഒക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് കൊടുക്കണം, ഔട്ട് സ്റ്റേറ്റ് പിള്ളേർക്ക് കൊടുക്കല്ലെന്ന് പറഞ്ഞിട്ട് വലിയ ഇഷ്യൂ ആയിട്ട് ഇത് സുപ്രീം കോടതിയിൽ 1 മാസം കിടന്നു. അത് കഴിഞ്ഞിട്ട് അവര് വിളിച്ചു, ഇതുപോലെ ഇന്റർവ്യൂവിന് വേണ്ടി വിളിച്ചു, ഡോക്യുമെന്റ്സ് കാണിക്കാൻ വേണ്ടി. ആ കൂട്ടത്തിൽ ഞങ്ങളും പോയി. അങ്ങനെ കുറെ പേര് അവിടെ ഉണ്ടായിരുന്നു. അന്ന് ഞാൻ 5 ദിവസത്തിന് ഉപവാസം ഞാൻ ഞാൻ 5 ദിവസം ഉപവാസം എടുക്കും. എന്റെ കർത്താവ് എന്റെ ദൈവത്തിൽ എന്റെ കുഞ്ഞിന് വേണ്ടി തീർച്ചയായിട്ടും ഒരു വഴിയൊരുക്കും. ഈ വിശ്വാസത്തോടെ ഞാൻ മോളും എടുത്തു. ഞങ്ങൾ രണ്ടുപേരും കൂടെ ആ ദിവസത്തില് പോയി. ലിസ്റ്റൊക്കെ കണ്ടപ്പോഴത്തേക്ക് അങ്ങനെ ഇരിക്കുന്നുണ്ട്. അവർ വിളിക്കുന്നുണ്ട് രാവിലെ തൊട്ട്. 60 സീറ്റാണ് ഉള്ളത്. 60 സീറ്റിനകത്ത് പേര് വിളിക്കുന്നു ആബ്സെന്റ്, പേര് വിളിക്കുന്നു ആബ്സെന്റ്. അങ്ങനെ ഒരു വിശ്വാസിയായ ഒരു സഹോദരന്റെ മോള്, അതിനും വെയിറ്റിംഗ് ലിസ്റ്റാണ് മലയാള. അപ്പൊ അതിന്റെ പപ്പ വന്ന് ചോദിച്ച് സിസ്റ്റർ ഇതെല്ലാം വെയിറ്റിംഗ്, എല്ലാരും ആബ്സെന്റ് ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഞാൻ ഉടനെ പറഞ്ഞ് ഈ ആബ്സെന്റ് ആയ കുട്ടികൾക്ക് ഇതിനേക്കാൾ നല്ല സ്ഥലത്ത് ദൈവം തരട്ടെ, അത് നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ ആ വ്യക്തിയോട് ഇങ്ങനെ പറയാൻ എനിക്ക് ഇടവന്നു. എന്ന് വെച്ചാൽ നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി മാത്രമല്ല മറ്റുള്ളവർക്കും ചെയ്യുന്ന ദൈവമാണ്. അതുകൊണ്ട് നമുക്ക് കിട്ടാൻ വേണ്ടി അവർക്ക് ആബ്സെന്റ് ആയതുകൊണ്ട് സന്തോഷിക്കണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ ദൈവത്തിന്റെ സന്നിധിയിൽ ഞങ്ങൾക്ക് അത് ഇരിക്കരുത്. അപ്പൊ ഞാൻ പോയി ചോദിച്ചപ്പോ പറഞ്ഞ നോ യൂസ്, യു ക്യാൻ ഗോ, എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ വിളിക്കാന്ന് പറഞ്ഞു. ഞാൻ പോകത്തില്ല, ഞങ്ങൾക്ക് ഒരു മനുഷ്യനെ പോലും അവിടെ പരിചയമില്ല ആ സ്ഥലത്ത്. അപ്പം മോള് പറഞ്ഞു മമ്മി നമുക്ക് തിരിച്ചു പോകണമെന്നുണ്ടെങ്കിൽ എങ്ങനെ പോകും, വണ്ടിയിൽ പോകണം, 1 hour ജേർണിയാണ്, ബസ്സിൽ പോകാൻ മുഷ്കിൽ. ഞാൻ പറഞ്ഞു നോ, ഈ ഓഫീസ് അടയ്ക്കുന്ന രജിസ്ട്രേഷൻ റൂം അടയ്ക്കുന്നവരെ ഞാൻ ഇവിടെ പ്രാർത്ഥിക്കും, ഞാൻ ഇവിടെ തന്നെ നിൽക്കും എന്ന് പറഞ്ഞ് ഞാൻ. എന്നിട്ട് കോളേജിന്റെ സൈഡിൽ പോയപ്പോ ഒരു കൊച്ച് നിസി എന്ന് പറയുന്ന ഒരു കൊച്ച് AG-യിലാണ്. അതിന്റെ ഇന്റേൺഷിപ്പ് എല്ലാം കഴിഞ്ഞ് പോകാനുള്ള റെഡിയിലുണ്ടായിരുന്നു. അപ്പൊ ചുമ്മാ ഇങ്ങനെ വരുന്ന സമയത്ത് എന്നെ കണ്ട് സന്തോഷം. ഞങ്ങൾ പിന്നെ പറഞ്ഞ് ആന്റി ഇവിടെ ആരെങ്കിലും, ഞാൻ പറഞ്ഞു ആരെയും അറിഞ്ഞുകൂടാന്ന് പറഞ്ഞു.
ഉടനെ പുള്ളി ചർച്ച് ഓഫ് ഗോഡില് ജോൺസി പാസ്റ്ററിനെ വിളിച്ചു. പെട്ടെന്ന് അങ്കിൾ എവിടെയാന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞ് ഞാന് വില്ലേജില് ഇതിനു വേണ്ടി പ്രാർത്ഥനയ്ക്ക് വേണ്ടി പോണായിരുന്നു, ഇന്ന് എനിക്ക് മോളെ പോകാൻ പറ്റില്ല, ചെസ്റ്റ് പെയിൻ ആയിന്ന. അതും ദൈവമാണ് കൊടുത്തത്. ചെസ്റ്റ് പെയിൻ എന്തെന്ന് വെച്ചാ ആ കർത്താവിന്റെ ദാസൻ ഞങ്ങൾക്ക് വേണ്ടി ദൈവം ഒരുക്കിയതാണ്. ആ കർത്താവിന്റെ ദാസൻ അങ്ങടെ വന്ന് നിങ്ങൾ എവിടെയാണ് താമസം, എവിടെയും ഞങ്ങൾക്ക് അറിഞ്ഞൂടാ, വീട്ടിൽ വന്നാൽ മതി, ഉപവാസമാണെന്ന് അറിഞ്ഞു. അങ്ങനെ എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞ് ഏതായാലും ഞാൻ അവിടെ പോയിട്ട് ഞാൻ തിരിച്ചു വരുമ്പോഴത്തേക്ക് നിങ്ങളെ പിക്കപ്പ് ചെയ്യാന്ന്. ഞങ്ങൾ അങ്ങനെ ഇരിക്കുന്നു. 8 മണിയും കഴിഞ്ഞ് 9 മണിയും കഴിഞ്ഞ് ഇവിടെ പേരുകൾ വിളിച്ചുകൊണ്ടിരിക്കുന്നു, ആബ്സെന്റ് ആയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് പെട്ടെന്ന് സഡൻലി അവര് പറഞ്ഞ് 55,000 ആണ് ഫീസ്. ഞാന് എന്റെ കയ്യിൽ 25 കൊണ്ട് ബാക്കി 30 ഞാൻ കൊണ്ടുവന്നിട്ടില്ല. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അവരെ വിളിച്ചു, ഓക്കെ ദോസ് ഹു ആർ ഫോർ വെയിറ്റിംഗ് കമോൺ. അങ്ങനെ വെയിറ്റിംഗിലുള്ളത് ഞങ്ങൾ പോയപ്പോഴത്തേക്ക് പെട്ടെന്ന് എല്ലാ പ്രൊസീജിയറും കഴിഞ്ഞപ്പം പറഞ്ഞ് ഇപ്പൊ തന്നെ എല്ലാം അടയ്ക്കണം. ഞാൻ ജലന്ധറിലുണ്ട്, എനിക്ക് നാളെ അടയ്ക്കാൻ ബാക്കി. നോ 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 വി കാൺ വെയിറ്റ് എന്ന് പറഞ്ഞു. എനിക്ക് അങ്ങ് എല്ലാ പ്രതീക്ഷയും വിട്ടുപോയി. അപ്പോഴത്തേക്ക് ജോൺസി ഫാസ്റ്റർ വന്ന് ചോദിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ പറഞ്ഞ് എനിക്ക് 30,000 ഇല്ല, 35,000 കൊടുക്കും. 35,000 എന്റെ കയ്യിലില്ല, ബാലൻസേ ഉള്ളൂ. അപ്പൊ പറഞ്ഞു നോ പ്രോബ്ലം, പറയാ, അരമണിക്കൂറിനകത്ത് തരാം. എനിക്ക് അറിയാൻ പോലും ഇല്ലാത്ത കർത്താവിന്റെ ദാസനെ ദൈവം ഒരുക്കി. അപ്പൊ അങ്ങനെ പെട്ടെന്ന് ഒരു അഗാപ്പി ചർച്ചിലുള്ള സെക്രട്ടറി വിളിച്ചു, പൈസ റെഡിയാക്കി. ആ വ്യക്തി ഞാൻ ആദ്യമായിട്ട് കാണുന്ന ദൈവം എനിക്ക് അത് ഒരുക്കി ആ സമയത്തിന് കൊടുത്ത് അവർക്ക് സെലക്ഷൻ കിട്ടി. അങ്ങനെ ദൈവം പല രീതിയിൽ കൂടെ ദൈവം നമ്മളെ പഠിപ്പിക്കുന്ന സമയത്ത് എന്നെ ദൈവം ഒരുപാട് കാര്യങ്ങള് തക്ക സമയത്തിന് വേണ്ടി പഠിപ്പിച്ചു. എന്നെ തട്ടുകൊടുക്കേണ്ട സ്ഥലത്ത് തട്ടുകൊടുത്ത് വളർത്താൻ, തെറ്റ് ചെയ്യുന്ന സമയത്ത് എന്നെ അവിടെ എല്ലാം എന്നെ ഉപദേശങ്ങൾ വചനങ്ങളിൽ കൂടെയാണ് എന്നെ ഉപദേശിക്കുന്നത്. എനിക്ക് എന്തെങ്കിലും ക്ഷീണം വരുന്ന സമയത്ത് വചനം ഉടനെ കാണിച്ചു കൊടുക്കും. ആ വചനത്തിൽ കൂടെ നിൽക്കുവാനും ദൈവം എന്നെ സഹായിക്കുന്നുണ്ട്. ഇത്രത്തോളം സമയം എനിക്ക് ഒരുപാട് കിട്ടിയെങ്കിലും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും എന്റെ വെല്ലിപ്പച്ചന്റെ ഒരു കാര്യം കൂടെ പറയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. വെല്ലിപ്പച്ചനാണെങ്കിൽ പാട്ടുകളൊക്കെ എഴുതുമായിരുന്നു. ആ പാട്ടുകളിനകത്ത് ഒരു പാട്ടാണ് ഇതുപോലെ, പാപസന്തോഷം വേണ്ട, ലോകസന്തോഷം അതും വേണ്ട, അങ്ങനെയുള്ള പാട്ടുകളും എന്നെ രക്ഷിച്ച ദൈവം. ഇത് പാടാൻ സമയമില്ല, അല്ലെങ്കിൽ പാടുമായിരുന്നു. അങ്ങനെ ആ കാര്യങ്ങളെല്ലാം ദൈവം, ശുദ്ധ ഹൃദയം വേണം തേജസ്കരിക്കപ്പെട്ട് കർത്തനെ കണ്ടിടാൻ എനിക്ക് ശക്തി ലഭിക്കണം. ഇങ്ങനത്തെ പാട്ടുകളെല്ലാം കർത്താവിന്റെ ദാസൻ എന്റെ വലിയപ്പച്ചൻ എഴുതുമായിരുന്നു. അത് പാട്ടുകളൊക്കെ പാടി എന്റെ ദൈവം എന്നെ നടത്തുമായിരുന്നു. ഇങ്ങനെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഇല്ലെങ്കിലും ഒരു ഒമാനീസിന്റെ ഇടയ്ക്കും കൂടെ എനിക്ക് നിൽക്കാൻ ദൈവം പഠിപ്പിച്ചു. ബൈബിൾ അവിടെ പറയാനൊക്കത്തില്ല, നമ്മളെ പാക്ക് ചെയ്ത് വിട്ടേക്കും. പക്ഷെ ബൈബിളിനെ ഒരു രീതിയില് ഒരു സ്റ്റോറി ഫോമില് അങ്ങനെ സംസാരിക്കുമായിരുന്നു. അപ്പൊ അബ്ദുൽ മസീന്റെ പുസ്തകങ്ങൾ വായിക്കുന്നതുകൊണ്ട് എനിക്ക് എല്ലാം അറിയുമായിരുന്നു. ഈ ഖുറാനകത്ത് എഴുതിയിരിക്കുന്ന എല്ലാം റോങ് തിങ്സ്. അപ്പൊ അതിനനുസരിച്ച് സംസാരിക്കുമായിരുന്നു. ദൈവം അവിടെ എന്നെ ദൈവം വളർത്തി. ഒമാനി പോയ ഉടനെ തന്നെ ഈ ബാങ്ക് ചൊല്ലുന്ന സമയം അതൊരു മെയിൻ ടെസ്റ്റിമണിയാണ്. ബാങ്ക് ചൊല്ലുന്ന സമയത്ത് 3:45 ബാങ്ക് ചൊല്ലുന്നത്. പക്ഷെ ഞാന് ഉടനെ ഈ ത്രൂ ഔട്ട് വേൾഡില് അല്ലാടെ പേരാണ് എടുക്കുന്നത്. അപ്പൊ അത് ശരിയല്ല. എന്റെ ദൈവം, ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് എന്റെ ദൈവം ഫസ്റ്റ് പ്രയോറിറ്റി. അപ്പൊ ഞാൻ 3 മണിക്ക് അലാം വെച്ച് എണീറ്റ് കർത്താവിനെ കൈപ്പൊക്കി ഉയർത്തി ഞാൻ സ്തുതിക്കുമായിരുന്നു. അങ്ങനെ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് വരുവാനും ദൈവം അവിടെയും എന്നെ എല്ലാം പ്രൊസീഡ് ചെയ്യുവാനെല്ലാം സഹായിച്ചു. എന്റെ കലീഗ്സിന്റെ കൂടെയും ഉപവാസത്തിൽ കൂടെയും അവരോട് എനിക്ക് ഇടപെടാൻ സാധിച്ചു. അവര് റംസാന്റെ ഉപവാസം എടുക്കും, ഞാൻ ഇവിടെ ഉപവാസം എടുത്ത്. അങ്ങനെ ദൈവത്തിന്റെ കാര്യങ്ങളെ കുറിച്ച് അവര് വെയിറ്റ് നോക്കും. ഞാൻ പറയുന്നു എന്റെ ദൈവം എന്നെ വളർത്തുന്നതുകൊണ്ട് എനിക്ക് അതിന് ലജ്ജിപ്പിക്കത്തില്ല, ഒരിക്കലും എന്റെ വെയിറ്റിന് പ്രോബ്ലം വരത്തില്ല. അങ്ങനെ ഈ കൊച്ചു കൊച്ചു കാര്യങ്ങളും പല കാര്യങ്ങളും ദൈവം എന്നെ പഠിപ്പിച്ചു. ആ ദൈവത്തെ ഞാൻ മഹത്വപ്പെടുത്തുന്നു. എനിക്ക് മുഖ്യമായിട്ട് പറയാനുള്ള കാര്യം എന്തെന്ന് വെച്ചാൽ, ദൈവം ഇത്രത്തോളം നമ്മളെ നടത്തുന്ന സമയത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തിയില്ലെങ്കിലാണ് നമുക്ക് കുറവുള്ളത്. ആ കുറവ് ഒരിക്കലും വരാതിരിക്കുവാൻ ദൈവം എന്നെ ഇത്രത്തോളം നടത്തി. സമയങ്ങൾ ഒരുപാട് പോയതുകൊണ്ട് പെട്ടെന്ന് ഞാൻ ഇതിനെ ഇങ്ങനെ നിർത്തുന്നുണ്ട്. എന്റെ മക്കളെയും എന്റെ കുടുംബത്തെയും ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. എന്റെ അച്ഛൻ MD എല്ലാം കഴിഞ്ഞു.
ഒരു ഇവാഞ്ചലിക് വർക്കാണ് ചെയ്യുന്നുണ്ട്. ഞങ്ങളും എല്ലാ കാര്യങ്ങളും ദൈവത്തിന്റെ കാര്യങ്ങളിലും ഞങ്ങൾ തന്നെ ഇതിലായിരിക്കുന്ന. ഇത്രത്തോളം എനിക്ക് നല്ല ഒരു അവസരം കിട്ടി. സമയമില്ല എങ്കിലും നിങ്ങളുടെ ഈ വിലയേറിയ സമയം ഞാൻ എടുത്തു. അതിനുവേണ്ടി ഞാൻ നന്ദി പറയുന്നു. നിങ്ങൾ ക്ഷമയോടെ ഇത്രത്തോളം എനിക്ക് വേണ്ടി സമയം കണ്ടെത്തി ദൈവത്തെ ഞാൻ മഹത്വപ്പെടുത്തുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ലോർഡ്. താങ്ക് യു ആൻറ്റി, അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങൾ ഷെയർ ചെയ്തതിൽ. കുഞ്ഞുങ്ങളെക്കുറിച്ചും കുടുംബങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് പറയാം കേട്ടോ. അവരുടെ കുഞ്ഞുങ്ങളും അവരുടെ കുടുംബങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് പറയാം. മോളുടെ ഹസ്ബൻഡ് എഞ്ചിനീയർ ആണ്, ചെന്നൈയിലാണ്. അപ്പോളോ ടയർസിലെ എഞ്ചിനീയർ ആണ്. മോൾക്ക് എല്ലാ സമയത്തും തടസ്സങ്ങൾ വരുന്ന പോലെ തന്നെ അവൾക്ക് വിസ കിട്ടിയിട്ട് 1 വർഷം ആകാൻ പോകുന്നു. പക്ഷെ സൗദിയിൽ അവൾക്ക് പോകാൻ പറ്റിയില്ല. അങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പൊ മക്കൾ രണ്ടുപേരും ഞങ്ങളുടെ അടുത്ത് ഇവിടെ ഇപ്പൊ ഉണ്ട്. അങ്ങനെ വെയിറ്റ് ചെയ്ത് മോനിപ്പോ 12 വയസ്സായി. അവൻ 6th സ്റ്റാൻഡേർഡില്. കൊച്ചുമോള് LKG-യിലാണ്. 6 വയസ്സ് കഴിഞ്ഞു. മോന് KMML-ല് കെമിക്കൽ എഞ്ചിനീയർ ആണ്. മോള് ആയുർവേദിക് ഡോക്ടറാണ്. ഓൺലൈൻ അവള് വർക്ക് ചെയ്യുന്നുണ്ട് അമേരിക്കൻ അസോസിയേഷന് വേണ്ടി. കൊച്ചുമോന് 3.25 വയസ്സായി. അങ്ങനെ ഞങ്ങളുടെ കുടുംബം അങ്ങനെ പോകുന്നുണ്ട്. എല്ലാരും ഞങ്ങളുടെ കുടുംബത്തിനകത്ത് ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നെങ്കിലും അവരോടൊക്കെ ഞങ്ങൾ ഈ സുവിശേഷം, നമുക്ക് മറ്റുള്ളവരെക്കാൾ മുന്നിൽ നമ്മുടെ കുടുംബത്തിലുള്ളവര് രക്ഷ പ്രാപിക്കണം. അവരോട് പറയുമ്പോഴത്തേ അവരതൊന്നും അംഗീകരിക്കത്തില്ല, ഏറ്റെടുക്കത്തില്ല. പക്ഷെ എങ്കിലും അവരോടും പറഞ്ഞ് ഈ ദിവസങ്ങളിൽ അവരും CSI ഇന്ന് ഒരു വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് മനസ്സിലാക്കാൻ ദൈവം സഹായിക്കുന്നുണ്ട്. അവര് ശക്തമായിട്ടാണ് അവരുടെ വിശ്വാസങ്ങൾ. അതിൽ നിന്ന് മാറാനേ അവർക്ക് ഇഷ്ടമില്ല. എങ്കിലും ചില കാര്യങ്ങളൊക്കെ അവർക്ക് ദൈവം കാണിച്ചു കൊടുക്കുന്ന സമയത്ത് അത് അവർക്ക് തെളിവാകുന്നുണ്ട്. പക്ഷെ വരും ദിവസങ്ങളിൽ അവരും രാജാച്ചന്റെ ബ്രദേഴ്സ് ഫാമിലീസിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അങ്ങനെ ഇരിക്കുന്നുണ്ട് ഞങ്ങളുടെ ഇതിനകത്ത്. എന്റെ ഫാദറിനെ കുറിച്ച് ഞാൻ പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഞാൻ പറയാം. എന്റെ ഫാദർ എനിക്ക് നഷ്ടപ്പെട്ടു പോയെന്ന്. ഞാൻ സ്കൂളിലെ PTA മീറ്റിംഗിലെ ടീച്ചേഴ്സ്, അവിടെ രാജസ്ഥാനിലെല്ലാം ഫാദേഴ്സേ വരത്തുള്ളൂ PTA മീറ്റിംഗില്. അമ്മമാരെല്ലാം ഈ പഠന സിസ്റ്റത്തിലുള്ളത് കൊണ്ട് അവർക്ക് സംസാരിക്കാൻ ഒക്കത്തില്ല, അവർ വരത്തില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ അപ്പൊ കണ്ടപ്പോ 4-5 ക്ലാസ്സില് ഞാൻ എന്റെ മമ്മി അടുത്ത് വന്ന് പറഞ്ഞു, എന്റെ ഫാദർ ഇവിടെ, എല്ലാവരുടെയും ഫാദർ വരുന്നല്ലോ. അപ്പൊ എന്റെ മമ്മി എനിക്ക് ഈ ക്വസ്റ്റ്യൻ ചോദിക്കാതിരിക്കാൻ എന്നോട് പറഞ്ഞ്, എന്റെ ഫാദർ മരിച്ചുപോയി കുഞ്ഞിലെ, അപ്പൊ ഇനി ചോദിക്കത്തില്ലല്ലോ. ശരി, അങ്ങനെയാണ്. നിനക്ക് എന്തെങ്കിലും വിഷമം വന്നോ? ഇല്ല, നോ പ്രോബ്ലം. അങ്ങനെ ഞാൻ പോയി 11ാം ക്ലാസ് ഒക്കെ കഴിയുന്ന സമയത്ത് എന്റെ മമ്മി പറഞ്ഞതുപോലെ ഫാദർ ഫ്രണ്ട്സിന്റെ ഇതിനകത്തൊക്കെ ആയി പോയി എന്നറിഞ്ഞ് എവിടെയാണെന്നൊന്നും അറിഞ്ഞുകൂടാൻ പറഞ്ഞു. അപ്പോഴും എനിക്കൊരു വിഷമമില്ലായിരുന്നു. ഫാദറിന്റെ കുറവ് ഞാൻ ഒരിക്കലും അതിനെ അത്ര ഇമ്പോർട്ടൻസ് കൊടുത്തില്ല. പക്ഷെ നഴ്സിംഗിലെ 2nd ഇയറിലായിരുന്നപ്പോ എന്റെ കൂട്ടുകാരി റൂംമേറ്റിന്റെ അമ്മയും അപ്പയും വന്നു, BG ബാബുജി എന്ന് പറയുന്നത്. അവര് വന്നപ്പോഴത്തേക്ക് ഈ പഞ്ചാബീസ് എന്ന് പറയുമ്പോഴത്തേക്ക് പെമ്മക്കളെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച്, അത് മകളുടെ ഫ്രണ്ട്സ് ആണെങ്കിലും കെട്ടിപ്പിടിച്ച് തലയിൽ ഒരു ഉമ്മ വെക്കും. മേരെ പുത്ത് മേരെ രാജ്യേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഉമ്മ വയ്ക്കുന്നത്. ഉമ്മ വയ്ക്കുമ്പോൾ ഞാനങ്ങ് പെട്ടെന്ന് വിചാരിച്ചു, ഇങ്ങനെയാണ് അപ്പന്മാരൊക്കെ ഇങ്ങനെ സ്നേഹിക്കുന്നതാണ്. അപ്പൊ അവര് പറയുന്നത് പെൺമക്കളെല്ലാം പരായ ധനം, മറ്റുള്ളവരുടെ ധനമാണ്, നമ്മുടെ ധനമല്ല. അതുകൊണ്ട് അവരെ എത്രയും സന്തോഷമായിട്ട് വയ്ക്കുന്നു അത്രയും നല്ലതാ. അപ്പൊ അങ്ങനെ ചെയ്ത ഉടനെ പെട്ടെന്ന് എന്റെ കണ്ണുനീര് എപ്പോഴും റെഡി ആയിട്ടുള്ളത് കൊണ്ട് പെട്ടെന്ന് കണ്ണുനീര് വരുന്നത് അവർ കാണാതിരിക്കാൻ ഞാൻ പറഞ്ഞു, ഇപ്പൊ വരുന്ന പറഞ്ഞ് ഓടിപ്പോയി കണ്ണെല്ലാം തുടച്ച് കരഞ്ഞ് ഞാൻ ദൈവത്തോട് ഒരു വാക്ക് പറഞ്ഞു, കർത്താവേ, എനിക്കറിഞ്ഞൂടാ എന്റെ പപ്പ ജീവിച്ചിരിക്കുന്നുവല്ലോ, എവിടെയെങ്കിലും ജീവിച്ചിരിക്കുന്നെങ്കിൽ ഒരു പ്രാവശ്യം എനിക്ക് കാണാൻ ഒരു അവസരം തരുന്നത്. 1976 ഞാനിത് കരഞ്ഞു. അപ്പോഴ് എന്റെ കൂട്ടുകാരി ഒന്ന് പറഞ്ഞ, പപ്പ BG നിന്നെ കാണാതൊന്നും പോകത്തില്ല, വാ പെട്ടെന്ന് പറഞ്ഞപ്പോ, നീ കരഞ്ഞോ? ഇല്ല ഇല്ല ഇല്ല. അവള് പോയി പറഞ്ഞു കാണും മധുവിന് പപ്പ ഇല്ല, അവള് വിഷമിച്ച് പെട്ടെന്ന് പപ്പയുടെ സ്നേഹം കണ്ടപ്പോൾ. അപ്പൊ പറഞ്ഞു, ഇന്ന് തൊട്ട് എനിക്ക് 2 മക്കളാ ഇവിടെ ഉള്ളത്, എല്ലാം പാക്സ് ഒക്കെ കൊടുക്കുമായിരുന്നു. അങ്ങനെ ഞാനങ്ങ് കരഞ്ഞെങ്കിലും 1986 10 വർഷം കൊണ്ട് എന്റെ ഫാദർ റെസ്റ്റ്ലെസ് ആയിട്ട് ഞങ്ങള് അന്വേഷിക്കായിരുന്നു. ഫാദർ അന്വേഷിക്കേണ്ട കാരണം എന്താന്ന് വെച്ചാൽ, ഫാദർ ഞങ്ങളെ മറന്നുപോയി. കൊണ്ടുപോയി കൂട്ടുകാരൻ തന്റെ സിസ്റ്ററുടെ വിഡോ സിസ്റ്റർ ആയിരുന്നു. ഒരു 6 വയസ്സുള്ള മോളായിരുന്നു അപ്പോൾ, എനിക്ക് 2 വയസ്സായിരുന്നപ്പോ. അപ്പൊ അൺകോൺഷ്യസ് ആയിട്ട് കടന്ന കുറെ ദിവസങ്ങളും ഓർമ്മശക്തിയെല്ലാം നഷ്ടപ്പെട്ട് 4 2 ഫ്രാക്ചറായി 6 മാസം കഴിഞ്ഞപ്പോൾ ഈ സ്ത്രീയാണ് എല്ലാം സഹായിക്കുകയും എല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അതിനോട് ചോദിച്ചു കൂട്ടുകാരൻ, ഇത് ആരാന്ന് ചോദിച്ചു. നിന്റെ വൈഫും കുഞ്ഞുങ്ങളാണെന്ന് പറഞ്ഞു. നിന്റെ വൈഫാണെന്ന് പറഞ്ഞു, കുഞ്ഞിന്റെ ആണെന്ന് പറഞ്ഞു.
അച്ഛൻ പപ്പ ഡാഡി അതിനെ സ്വീകരിച്ചു. അങ്ങനെയായിരുന്നു. ദിവസം ഏതോ മറക്കുന്ന മരുന്നുകളൊക്കെ കൊടുത്തോണ്ടിരുന്നു. അങ്ങനെയൊക്കെ ഇരുന്ന് ഒരു വലിയൊരു മീറ്റിംഗ് കൽക്കട്ടയിൽ നടന്നപ്പോഴത്തേക്ക് രാജസ്ഥാനിലുള്ള ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിൽ ആരോ അവിടെ പോയപ്പോഴത്തേക്ക് അവർക്ക് ഇതൊന്നും അറിഞ്ഞൂടാ. അത് പെട്ടെന്ന് ബാല ബാല എന്ന് വിളിക്കുന്നോണ്ട് പറഞ്ഞു, ബാല നീ എങ്ങനെയുണ്ട്, മേരിയും കുഞ്ഞുങ്ങൾ എങ്ങനെയുണ്ട്, എവിടെയാന്ന് ചോദിച്ചു. ആരാ മേരിയും ചോദിച്ചു. അങ്ങനെ മനസ്സിലാക്കിയപ്പോഴാണ് അറിഞ്ഞത് ചതിവില് വീണുപോയി. അങ്ങനെ അപ്പം എന്റെ മമ്മിയെ അന്വേഷിച്ച് രാജസ്ഥാൻ മൊത്തം ഈ 10 വർഷം അന്വേഷിച്ചിട്ട് ഓർമ്മയില്ല എവിടെയാണ് ഞങ്ങളുടെ ഈ വീടും, ഓർമ്മയില്ല എവിടെയാന്ന് അഡ്രസ് ഒന്നും അറിഞ്ഞൂടാ. പക്ഷെ ഒരു കാര്യം ഉണ്ടായിരുന്നു, മധുരയില് ഒരു ഫാമിലീസ് അവര് അവിടെ സെറ്റിൽ ആയിട്ടിരിക്കുന്ന ഫാമിലി ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട് സ്റ്റേഷന്റെ അടുത്ത് തന്നെ. അവിടെ എല്ലാ വർഷവും എന്റെ മൂത്ത ആന്റി മസ്റ്ററിങ്ങിന് വേണ്ടി പോകുമായിരുന്നു, ലൈഫ് സർട്ടിഫിക്കറ്റ് കൊടുക്കാനൊക്കെ. അങ്ങനെ അവർക്ക് ഞങ്ങളുടെ അഡ്രസ് അറിയുന്നതുകൊണ്ട് ഡാഡി എങ്ങനെയോ ഊഹിച്ച് അവിടെ പോയി അവിടുന്ന് അഡ്രസ് എടുത്ത് പിന്നെ എന്നെ കാണാൻ വേണ്ടി ഒരു വലിയ ലെറ്റർ ഒക്കെ എഴുതി യോസ് ലോസ്റ്റ് പപ്പ എന്നൊക്കെ പറഞ്ഞ് എഴുതി. അങ്ങനെ അങ്ങനെ പപ്പ ഒരു മാസം കഴിഞ്ഞ് നീ എവിടെ പോയാലും അഡ്രസ്സ് മീറ്ററിനെടുത്ത് വിടണമെന്ന് പറഞ്ഞ് അങ്ങനെ എന്നെ കാണാനും ഈ കഥകളെല്ലാം പറഞ്ഞ് സുപ്രീം മോട്ടോർ കമ്പനിയിൽ നിന്ന് വലിയ ഡോക്യുമെന്റ് കൊണ്ടുപോകുന്ന വഴിയില് ആ കൂട്ടുകാരനും ഉണ്ടായിരുന്നു, കുറുപ്പ് എന്നാണ് അയാളുടെ പേര്. അവർ രണ്ടുപേരും കൂടെ പോയ സമയത്ത് 3000 ഫീറ്റ് ഇന്ന് താഴെ ഈ അവർ രണ്ടുപേരും കുടിച്ചിട്ടുണ്ടായിരുന്നു. മേലിൽ നിന്ന് താഴേക്ക് വീണ് ബോധം നഷ്ടപ്പെട്ട് അയാൾക്കൊന്നും അധികമായില്ല. ബോധം നഷ്ടപ്പെട്ട് കാലും രണ്ടും ഒടിഞ്ഞ് ഇങ്ങനെ ഇരുന്നപ്പോഴാണ് ഈ കാര്യങ്ങളെല്ലാം. മരുന്നുകൾ ദിവസവും ഓർമ്മയിൽ വരാതിരിക്കാൻ ചില മരുന്നുകൾ കൊടുക്കുമായിരുന്നു. അങ്ങനെ ഇരുന്നതുകൊണ്ടാണ് ഇതൊക്കെ ആയപ്പോഴാണ് ഒരു കുറ്റബോധമായി ഇങ്ങനെ എനിക്ക് കണ്ടുപിടിക്കണമെന്നില്ല. അപ്പൊ ആ സ്ത്രീയിൽ നിന്ന് 2 പെൺമക്കളും ജനിച്ച് അങ്ങനെ ആ ലൈഫ് അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ എന്നെ കാണാൻ വേണ്ടി ആദ്യമായിട്ട് വരുന്നുണ്ട്. എന്റെ മോള് 2 വയസ്സായിരുന്നു. അങ്ങനെ കാണാൻ വന്ന് പറഞ്ഞു, നിനക്ക് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, പക്ഷെ ഇവൾക്ക് എനിക്ക് കടപ്പാടുണ്ട്. ആ പറഞ്ഞത് മാത്രമല്ലേ, എന്റെ സർവശക്തനായ ദൈവത്തിന് അതിനേക്കാളും ചെയ്യാനും പറയുന്ന മുമ്പേ അറിയുന്ന മുമ്പേ ചെയ്യുന്ന ദൈവമാണ്. അതുകൊണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് കണ്ടില്ല. ഞാൻ അങ്ങ് വരാം, എപ്പോഴെങ്കിലും കാണാൻ വരാന്ന് പറഞ്ഞപ്പോ വേണ്ട, അവര് നല്ല മനുഷ്യരില്ല, നിനക്ക് പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ആ സ്റ്റോറി അങ്ങ് ഇതായി പോയി. അങ്ങനെ ക്ലോസ് ആയി, ഐ മീൻ. അപ്പം ആ ഒരു മാസം ഇരുന്നപ്പോഴത്തേക്ക് ഞങ്ങളോട് പറയും, പ്രാർത്ഥിക്കാൻ സമയം 7 മണിക്ക് പ്രാർത്ഥിക്കും നിങ്ങള്. അങ്ങനെ ഞങ്ങളെ പ്രാർത്ഥിക്കാനൊക്കെ പറയുന്നെങ്കിലും പറഞ്ഞ് എനിക്ക് ഒരു പുനർജന്മം ലഭിക്കത്തില്ല, നിങ്ങളിൽ നിന്ന് എനിക്ക് ക്ഷമ ചോദിച്ചില്ലെങ്കിൽ, അങ്ങനെയൊക്കെ അവരുടെ ഒരു ചടങ്ങിനനുസരിച്ചുള്ള സംസാരങ്ങളായിരുന്നു. പക്ഷെ അതൊന്നും നമ്മള് അത് വലിയ കാര്യമായിട്ട് എടുത്തില്ല. ഡാഡി യേശുവിനെ സ്വീകരിക്കാൻ പറഞ്ഞ അത് ഇനി ഞാൻ സ്വീകരിച്ച എനിക്ക് ഡബിൾ പണിഷ്മെന്റ് കിട്ടും എന്നൊക്കെ ഉള്ള കൺസെപ്റ്റ്. അങ്ങനെ അതൊക്കെ അങ്ങനെ പോയി. അങ്ങനെ ഇതായിട്ട് എത്രത്തോളം എനിക്ക് തന്ന ദൈവത്തെ ഞാൻ മഹത്വപ്പെടുത്തുന്നു. കർത്താവിന്റെ ദാസൻ ദാസി എനിക്ക് വേണ്ടി ഈ സമയങ്ങൾ ഒരുക്കിയതിന് വേണ്ടി ഞാൻ നന്ദി പറയുന്നു. ദൈവം സഹായിക്കട്ടെ. എൻ്റെ ഈ ക്രിസ്ത്യ ജീവിതത്തിലെ അല്ലേ നമ്മൾ കർത്താവിനെ അനുഭവിച്ചറിയുന്ന ഓരോ നാളും നമ്മോട് കൂടെ ഇരിക്കുന്ന കർത്താവ്. ക്രിസ്തീയ ജീവിതം അനുഭവങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ്. ദൈവത്തോട് കൂടുതൽ നമ്മൾ അടുക്കുന്നതോടും പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുന്നതോടും ദൈവം നമ്മളെ അനുദിനം കരം പിടിച്ച് നടത്തും. അത്ഭുതങ്ങളുടെ ദൈവമായി കൂടിയിരിക്കും. എൻ്റെ ജീവിതാനുഭവങ്ങൾക്ക് വേണ്ടി എല്ലാം ദൈവത്തിന് സ്തുതി കരേറ്റുക, നന്ദി കരേറ്റുകയാണ്. നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കുക. ആൻറ്റി തന്നെ ചുരുക്കമായിട്ടൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. തിരുനീതിമാനായി ഞങ്ങളുടെ പരിശുദ്ധ പരമപിതാവായി ദൈവമേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഉന്നതങ്ങളിൽ വസിക്കുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു കർത്താവേ. ആരാധനയ്ക്ക് യോഗ്യനായ ദൈവത്തെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു കർത്താവേ. ഇത്രത്തോളം ദൈവം തന്ന ആ സൗഭാഗ്യാവസരത്തിന് വേണ്ടി നന്ദി പറയുന്നു കർത്താവേ. ആസാദി ചാനലിൽ കൂടെ കർത്താവിന്റെ മക്കൾ കർത്താവെ ഒരുക്കിയിരിക്കുന്ന ഭാഗ്യാവസരത്തിന് വേണ്ടി നന്ദി പറയുന്നു കർത്താവെ. വ്യൂ ചെയ്യുന്ന എല്ലാ മക്കളെയും തിരക്കറങ്ങളെ ഏൽപ്പിക്കും. ഏത് പ്രതിസന്ധി, ഏത് പ്രശ്നം, പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും എന്റെ അപ്പനോട് കർത്താവെ പറ്റിയിരിക്കുവാനും അവിടുന്ന് വിടുവിക്കാനുള്ള ആ ശക്തിയുള്ള ദൈവത്തെ കർത്താവെ അനുഗമിക്കാനുള്ള കൃപ നീ കൊടുക്കുമാറാണ്. പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഈ ലോകത്തിന്റെ എല്ലാ കാര്യങ്ങളും കർത്താവെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവരുടെ ജീവിതത്തിൽ കർത്താവെ ഒരു പുതുമ കണ്ടെത്തുവാനും ഉണർവ് പ്രാപിക്കുവാനും ദൈവം സഹായിക്കും കർത്താവെ. ഈ നല്ല ദൈവത്തെ ഞാൻ രുചിച്ചറിഞ്ഞതുപോലെ തന്നെ എന്റെ കർത്താവെ അവരുടെ ജീവിതത്തിൽ കടഭാരങ്ങളോ പ്രയാസങ്ങളോ വേദനകളോ
ആ രോഗങ്ങളോ എല്ലാം യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ രക്തത്താൽ കർത്താവെ ഒരു പുനർജന്മം ലഭിക്കുവാൻ തന്നെ മക്കളെ കർത്താവ് സഹായിക്കുമാറാണമേ. വേദനയോടെ എന്റെ അപ്പന്റെ മുഖത്തേക്ക് ക്രൂശികളിലേക്ക് നോക്കുന്ന സമയത്ത് ആ ക്രൂശികളിലുള്ള രക്തം കർത്താവെ നീതിക്ക് കാരണമാകട്ടെ. അപ്പൊ ഹല്ലേലൂയ, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവെ. അപ്പൊ ആ സ്തോത്രം കർത്താവെ ഇത്രത്തോളം സമയം അടിയനും കൊടുത്തക്കവയ്ക്ക് വേണ്ടി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എല്ലാം യേശു നാമത്തിൽ ചോദിക്കുന്നു, പ്രാർത്ഥന കേട്ട് ഉത്തരമല്ലമാറാണമേ. ആമേൻ. ആമേൻ ആമേൻ. പിതാപുത്ര പരിശുദ്ധാത്മാവാകുന്ന ത്രിയേക ദൈവത്തിൻ്റെ കൂട്ടായ്മ, സഹവാസ കാവൽ നമ്മളെല്ലാവരുടെ പേരും, പ്രത്യേകമായി നമ്മുടെ നടുവിൽ കടന്നു വന്ന ജീവിതാനുഭവങ്ങൾ പങ്കുവെച്ച പ്രിയ മൊളി ആൻറ്റിയുടെ മേൽ, തൻ്റെ കുടുംബത്തിൻ്റെ മേൽ ഇന്നു മുതൽ എപ്പോഴും എന്നേക്കൊണ്ടായിരിക്കും പടകട്ടെ. ആമേൻ ആമേൻ. താങ്ക് യു ആൻറ്റി. ഒരു പ്രാവശ്യം നന്ദി പറയുക. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആൻറ്റിയെയും കുഞ്ഞുങ്ങളെയും കുടുംബങ്ങളെയും ഒക്കെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു ആൻറ്റി. പ്രൈസ് ദൈവം അനുഗ്രഹിക്കട്ടെ.